സോ ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് കൊണാദി പോഡ്കാസ്റ്റ്. നമ്മൾ കുറച്ച് ദിവസം ഇനാക്റ്റീവ് ആയിരുന്നു. കുറച്ച് ദിവസം കുറച്ച് ദിവസമല്ല, ഒരു 3 മാസം ചെറിയൊരു ഇളവായിരുന്നു. ചെറിയൊരു ഇളവിലായിരുന്നു, അല്ല ഇടവേളയിലായിരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ നമ്മൾ ചെറുക്കം വന്ന കാര്യം മറ്റേ ഇവിടെ പയ്യൻ വന്ന പറഞ്ഞില്ല. ഒരു കുഞ്ഞാവയൊക്കെ ആയിരുന്നു. അപ്പോൾ ദക്ഷ എന്നാണ് പേര്. അപ്പോൾ കുഞ്ഞാവയുടെ ഡെലിവറി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടൊരു ഗ്യാപ്പ് എടുത്തപ്പോഴത്തേക്കിന് ഇവൻ വേറെ പണിക്കൊക്കെ പോയി. അങ്ങനെ കുറച്ച് ഡിലേ ഒക്കെ ടൈറ്റ് ഷെഡ്യൂൾ ആയിരുന്നു. എനിക്ക് സ്ട്രീമും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു. സത്യം ഇപ്പൊ റെഗുലർ ആയിട്ട് സ്ട്രീമൊക്കെ ചെയ്യുന്ന പയ്യൻ. ഇപ്പം അപ്പോൾ നമ്മൾ കുറച്ച് ഇനാക്റ്റീവ് ഒക്കെ ആയിരുന്നു, എല്ലാവർക്കും അറിയാം. നമ്മൾ ഇനി അങ്ങോട്ട് സ്ഥിരം ദിവസം പോഡ്കാസ്റ്റ് ഇട്ടല്ലോ. അനാവശ്യ വാഗ്ദാനങ്ങളൊക്കെ കമന്റ് സെക്ഷനിൽ ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ കുറെ കേട്ട്. പിന്നെ നമുക്ക് അനാവശ്യ വാഗ്ദാനങ്ങളൊന്നും നമ്മൾ തരുന്നില്ല, സ്ഥിരമൊന്നും ഉണ്ടാവില്ല. എന്നാലും പറ്റുന്ന പോലെ ഗസ്റ്റുകളെയൊക്കെ കൊണ്ടുവന്ന് നല്ല നമ്മൾ ഗസ്റ്റ് എപ്പിസോഡ് അല്ലാത്ത ഒരു 2 എപ്പിസോഡ് ചെയ്യണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അത് നമ്മുടെ 3 മാസത്തെ ആഗ്രഹമാണ്. ഡ്രീം കം ട്രൂ മൊമെന്റ് ഉടനെ ഉണ്ടാകുമ്പോൾ ആഗ്രഹമാണ് പോഡ്കാസ്റ്റ്. അപ്പൊ എന്തായാലും ഇന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരോട് ഇരുന്ന് ഉള്ള ഒരു നോർമൽ കോൺവെർസേഷൻ അല്ല. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു സത്യം അല്ലേ. ഇത്ര എക്സൈറ്റഡ് ആയിട്ടുള്ള പോഡ്കാസ്റ്റും ഇത്ര ചെറിയ ടെൻഷൻ ഉണ്ടല്ലേ. കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഷൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ആസിഫിക്കയുടെ കൂടെയാണ്. സോ നമ്മൾ ഫിലിം ഫീൽഡിൽ ഇതുവരെ അങ്ങനെ ഗസ്റ്റായിട്ട് നമ്മളിപ്പം നോർമലി സായിപ്പിനെയും അവരെയൊക്കെയാണ് നമ്മൾ ഗസ്റ്റായിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു അവരോടൊക്കെ ഒരു ഫ്രണ്ട്ലി കോൺവെർസേഷൻ നമ്മൾ ഇത് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് ആണെങ്കിലും ഇവനാണെങ്കിലും ഒരു സംസാരിക്കാനുള്ളൊരു ഫ്രീഡം ഉണ്ടായിരുന്നു. പക്ഷേ ഫ്രീഡം കിട്ടിയാലേ നമുക്കൊരു ആസിഫിക്ക് പെട്ടെന്ന് കയറി അങ്ങനെ പറഞ്ഞ് സംസാരിക്കാൻ പറ്റൂലല്ലോ. അത് പുള്ളിക്ക് എങ്ങനെ എടുക്കുമെന്ന് അറിയത്തില്ല. അപ്പം ഞങ്ങൾ അതിൻ്റെ ഒരു ചെറിയൊരു പാനിക്നെസ്സിലും ഒരു എക്സൈറ്റ്മെന്റിലും ഒക്കെ ഞാൻ മെയിൻലി ഗൈസ് ആസിഫിക്ക് വന്നു കഴിയുമ്പോൾ തന്നെ ഈ മൈക്ക് കട്ട് ചെയ്യും. ഈ മൈക്ക് കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്യും. പിന്നെ മുഖത്ത് പ്ലാസ്റ്റർ ഒട്ടിക്കും. കാരണം പുള്ളിയുടെ അടുത്ത് എനിക്ക് ഇവരെ കുറിച്ച് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഞാനിപ്പോ ഈ പോഡ്കാസ്റ്റോട്ട് തീരുമാനം എടുത്തു. സത്യം മാത്രമേ പറയൂ. കഴിഞ്ഞ പ്രാവശ്യം ഡീസൽ നമ്മുടെ നാട്ടുകാരെ മൊത്തം എല്ലാവരും സാഹിബിന്റെ അതിനകത്ത് പെട്രോൾ വണ്ടിക്കകത്ത് ഡീസൽ അടിച്ചു അല്ല ഡീസൽ വണ്ടിക്കകത്ത് പെട്രോൾ അടിച്ചു എന്നുള്ള കള്ളത്തരം. അതിന് നീ എന്തെങ്കിലും സോറി പറഞ്ഞാൽ പറ്റത്തുള്ളൂ. അത് സോറിയാണ്. അറിയാതെ ഡീസൽ വണ്ടിയിൽ പെട്രോൾ ഒഴിച്ച് നിങ്ങളെ കബളിപ്പിച്ചു. അപ്പൊ അണ്ണനും വിശ്വസിച്ചു പോയി. ഞാനത് കാരണം നമ്മൾ ആലോചിക്കണം, ഒരാൾ ഇത്രയും കോൺഫിഡൻസോടെ എന്റെ മുഖത്ത് നോക്കിട്ട് എക്സ്പീരിയൻസ് നീ എന്ത് കാര്യമായിട്ടാണ്. സത്യമല്ലേ, പയ്യന്മാരെ സഹായിച്ചു. BGM വരെ വന്ന് ഓട്ടോമാറ്റിക്കായിട്ട്. സത്യമല്ലേ, അത്ര ഫീലായിരുന്നു. ഒരു സമൂഹത്തിന് മൊത്തം കള്ളത്തരം പറഞ്ഞ് പറ്റിച്ച് കഴിഞ്ഞ ഒരു പോഡ്കാസ്റ്റിൽ ആ ഒരൊറ്റ ക്ലിപ്പില് അപ്പൊ ഒരു റെസൊല്യൂഷൻ ആയിട്ട് ഇരുന്നിട്ട് കള്ളം പറയത്തില്ല എന്നുള്ളൊരു രീതിയിലാണ് അവനിപ്പം വന്നിരിക്കുന്നത്. എന്തായാലും അത് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഗസ്റ്റ് ആസിഫിക്കയാണ് ഇന്നത്തെ. അപ്പോൾ പുള്ളി വന്നിട്ടില്ല. ഞാൻ കറക്റ്റ് ടൈമിലെത്തി. നമ്മളും കറക്റ്റ് ടൈമാണ്. 5 മണിയായി. നമ്മൾ കറക്റ്റ് ടൈമിലെത്തി. അപ്പോൾ പുള്ളി കറക്റ്റ് ടൈമിൽ എത്തില്ലെന്നല്ല, പുള്ളി വരാനുള്ള ടൈം ആയതേ ഉള്ളൂ. അപ്പോൾ നമ്മളെല്ലാം സെറ്റ് ചെയ്തൊക്കെ ആയിരുന്നു. അപ്പോൾ പുള്ളി വന്നു കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് പുള്ളിയോടുള്ള ഒരു കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനു മുമ്പേ ഞങ്ങൾ ഈ ഒരു ചാനൽ ഇനാക്റ്റീവായി കിടന്നുകൊണ്ട് ഒന്ന് പൊടി തട്ടി വെക്കാം എന്നുള്ളൊരു ഇതിലാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കണ്ണാപ്പി എങ്ങനെയുണ്ട് ജീവിതമൊക്കെ സൂപ്പറായിട്ട് തോന്നുന്നു. അപ്പൊ ഇനി സംഭവിക്കാനൊന്നും ഇല്ല ജീവിതത്തിൽ. അത് പറഞ്ഞപ്പോഴാണ് സംഭവിക്കാൻ ഞാൻ പറഞ്ഞില്ലേ, അതാണ് എൻ്റെ ജീവിതത്തിലും. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ഇടയ്ക്ക് മറ്റേ കണ്ണൂര് PC മേടിച്ചപ്പോ മറ്റേ അബദ്ധത്തില് ഒന്ന് പറഞ്ഞു പോയി, ഇന്ത്യസ് ഫസ്റ്റ് 1590 പറഞ്ഞ് ഞാൻ അതിനെ മറ്റേ ടൈറ്റിലൊക്കെ ഇട്ട്. ഇപ്പൊ പറയുകയാണെങ്കിൽ തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ, അമേരിക്ക, കാട്ടിലെ ഭാഷ അറിയാത്ത ഏതോ ഒരാൾ, മറ്റേ കാട്ടിലെ ഒരാളുള്ള 1590 മേടിച്ച ഒരാളെ ഏതോ ഈ ഭാഷയിലൊക്കെ എന്റെ കമന്റ് ബോക്സിലൊക്കെ ഒന്ന് തെറി വിളിക്കുന്നു, പറയണോ എന്റെയിലാണടാ ഫസ്റ്റ്, നിന്റെയിലല്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമായിരുന്നു. അതൊക്കെ ഒന്ന് ഒതുക്കി വന്ന് ഇതിലാക്കി വന്നതേ ഉള്ളൂ. ഞാൻ ബാക്ക് ടു ട്രാക്കിലേക്ക് എത്തുന്നതേ ഉള്ളൂ. ഞാനും ഇപ്പോഴും കേസ് നടക്കുമ്പോൾ നമ്മളൊരു വണ്ടി എടുത്തില്ലായിരുന്നു അതിന്റെ ഭാഗ്യമായിട്ടൊരു വീട് ഇപ്പം വെച്ചില്ലേ. പുതിയ വീടൊക്കെ വെച്ച് പുതിയ വീട് വെച്ചായിരുന്നു. ഞാൻ വീഡിയോ എടുക്കാനൊക്കെ പരമാവധി ശ്രമിച്ചു. അച്ഛൻ പറ്റി വീട് ഓണർ ഇൻ കേരള ക്യാമറയായിട്ട് ചെന്നപ്പോ അച്ഛൻ ഓടിച്ചു. പല അച്ഛനേറ്റിയില്ല.
അച്ഛൻ പറയണെന്ന് പറഞ്ഞാൽ എന്താ ഇവന്റെ ഭയങ്കര അഭിമാനമാണ് അതെ മൊമെന്റ്. അതെ 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 സത്യം സത്യം ഞാൻ വീഡിയോ കൊണ്ട് ചെന്നായിരുന്നു. അല്ല പുള്ളി രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ്. വീട് പണിക്ക് പോലും ഇവനെ ആ ഏരിയയിൽ കണ്ടിട്ടില്ല. പാലുകാച്ചിന് അന്ന് യങ്ങസ്റ്റ് വീട് ഓണർ എന്ന് പറഞ്ഞിട്ട് ക്യാമറ ആയിട്ട് ചെന്നാൽ പിന്നെ അയാൾ എന്ത് പറയാൻ അത് പറ്റും? സത്യമാണ്. എനിക്ക് അതേ പറയാൻ പറ്റത്തുള്ളൂ. അതിലപ്പുറത്ത് വേറെ ഒന്നും കാരണം സത്യം പറഞ്ഞാൽ ഞാൻ വീട് പണിയുടെ വാർപ്പിനാണ് ഞാൻ വന്ന് പോയത്. അത് കഴിഞ്ഞ് പിന്നെ പാല് വെച്ചാണ് കണ്ടത്. പിന്നെ പരിസരത്തോട്ടേ പോയിട്ടില്ല. എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ അതിനുശേഷം നമ്മൾ പോഡ്കാസ്റ്റ് ഒന്ന് പൊടി തട്ടി എടുക്കുന്നത് ഇന്നാണ്. അപ്പോൾ ബാക്കി ആസിഫൊക്കെ ബാക്കി വന്നിട്ട് ഇക്ക വന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഇക്ക വന്നിട്ട് ബാക്കി സംസാരിക്കാം. നേരെ കയറി അങ്ങനെ പറയുമൊന്നും ചെയ്യല്ലേ. അയ്യോ ഇല്ല ഇക്കാന്ന് വിളിക്കണം, അണ്ണാന്ന് വിളിക്കണം. അതാണ് എൻ്റെ സംശയം. അണ്ണാന്ന് വിളിക്കാല്ലേ? ആസിഫ് അണ്ണ, ആസിഫ് അണ്ണാന്നല്ല, അണ്ണാന്ന് വിളിക്കല്ലേ? ആസിഫ് ചേട്ടാന്ന് വിളിച്ചു. ചേട്ടാന്ന് വിളിച്ചാലോ? ആസിഫ് സാർ അല്ലെ ബോസേന്ന് വിളിച്ചാലോ? അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അടിക്കും. അല്ല മറ്റേ അടിയോസമി ബോസേ, അത് സോമാസ് രാമരാജ്യത്തിന്റെ അടിവേരിളക്കുന്ന അടി സിനിമ ഇത് വേറെ ആണല്ലേ? അപ്പൊ അത് വേണ്ട. നേരിട്ട് കാണുമ്പോൾ ബോസ് എന്നൊക്കെ. നീ എത്ര വയസ്സുണ്ട് നിനക്ക്? 21. ശരി അത് വേണ്ട. 21 വയസ്സുള്ള നീ ചാടി കയറി അങ്ങനെ boss എന്നൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പം ഇക്ക മതി. ഇക്ക ഫിക്സ്. ആസിഫിക്ക ആസിഫിക്ക ആസിഫിക്കാന്ന് വിളിക്കാം. ആസിഫിക്കാന്ന് വിളിക്കും. ഒരു പഞ്ചുണ്ട്, അതെ അതിനൊരു പവർ. അതെ അങ്ങനെ വിളിക്കാം. അപ്പൊ ഇനി ഇക്ക വന്നിട്ട് അപ്പോൾ അതുകൊണ്ട് ബാക്കി നമുക്ക് സെറ്റാക്കാം. സെറ്റാക്കാം. ഓക്കെ സോ ഗൈസ്, അപ്പോൾ നമ്മുടെ കോണാത്ത പോഡ്കാസ്റ്റിൻ്റെ ആക്ച്വലി നമുക്കൊരു ഗസ്റ്റ് എപ്പിസോഡാണ് നമ്മൾ ഇപ്പം ലാസ്റ്റായിട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇന്നൊരു ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു ഗസ്റ്റാണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ വി ആർ വെൽക്കമിങ് നമ്മുടെ ആസിഫിക്കാണ് ഇന്നത്തെ. ഞങ്ങൾ സത്യം പറഞ്ഞാൽ വന്നപ്പോൾ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എന്ത് ചോദിക്കും? കാരണം നമ്മളിങ്ങനെ ഗസ്റ്റിനെ വിളിച്ചങ്ങനെ സംസാരിച്ചിട്ടൊന്നുമില്ല. അല്ല, ഞാൻ അതിനും വലിയ ടെൻഷനില്ല. ഞാൻ വണ്ടിയിൽ വരുമ്പോൾ ഞാൻ ഇരുന്ന് നിങ്ങളുടെ 2 എപ്പിസോഡ് കണ്ടു. അപ്പൊ നിങ്ങൾ ഗസ്റ്റ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ ഒന്നും കണ്ടിട്ടില്ല. പിന്നെ ഇത് എന്റെ ഫസ്റ്റ് പോഡ്കാസ്റ്റ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പോഡ്കാസ്റ്റിൽ ഫീച്ചർ ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ കാണുന്നത് ഈ പോഡ്കാസ്റ്റ് ഫീച്ചർ ചെയ്ത പല ആളുകൾ എയറിൽ പോണതാണ്. ഈ പോഡ്കാസ്റ്റ് ആക്ച്വലി കുറച്ച് ഓപ്പൺ കോൺവെർസേഷൻ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞു വരുന്നതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും കയ്യിൽ നിന്ന് വീണു. അത് മിക്കവരും അത് ക്ലിക്ക് ബൈറ്റ് ആയിട്ട് യൂസ് ചെയ്ത. നമ്മൾ മറ്റേ അങ്ങനത്തെ പക്ഷെ നിങ്ങൾ ചെയ്ത 3 എപ്പിസോഡ്സ് ഉണ്ടെങ്കിലുണ്ടല്ലോ നല്ല റീച്ച് ഉണ്ട്. ഞാനിപ്പം ഈ സ്ഥിരമായി പോഡ്കാസ്റ്റ് കാണുന്ന പോഡ്കാസ്റ്റ് ശ്രദ്ധിക്കാറുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ എപ്പിസോഡ്സ് കട്ട് ചെയ്ത് ചെറിയ ബിറ്റ്സ് ആയിട്ട് വരുമല്ലോ, അതിനെ പറ്റിയിട്ടൊക്കെ ആളുകൾക്ക് നല്ല റിവ്യൂസ് ഉണ്ട്. ഒരുപാട് പേര് കാണുന്നുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. ഞങ്ങൾ ആക്ച്വലി ബേസിക്കലി ഞങ്ങളൊന്ന് പരിചയപ്പെടുത്താം. ഞങ്ങൾ അറിയുമെന്ന് അറിഞ്ഞൂടാ. ഞാൻ ഗെയിമറാണ് ആക്ച്വലി. ഞങ്ങൾ ഗെയിമിംഗ് സ്ട്രീംസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ചെയ്യണം. അപ്പൊ ഇവനും ഉണ്ട്. ഇവന്റെ പേരെന്ന് പറഞ്ഞാൽ, ഇവന്റെ യഥാർത്ഥ പേരെന്ന് പറഞ്ഞാൽ കണ്ണാപ്പി എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. കണ്ണാപ്പി ഇവൻ തന്നെ ഇവനിട്ട പേരാ. ഇവൻ തന്നെ അവനിട്ടേക്കുന്ന പേരാണ് കണ്ണാപ്പി. അവന്റെ ചാനലിന്റെ പേര് ജർമ്മൻ കണ്ണാപ്പി. ശരി. അപ്പൊ ഞങ്ങള് ഈ ഗെയിംസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പൊക്കോണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് ഐഡിയ എന്നുള്ളൊരു സംഭവം വന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ മാറ്റേഴ്സിനെ പറ്റി ഇപ്പോൾ ഒക്കെ പറഞ്ഞതുപോലെ ഞങ്ങൾ തുടക്കം ചെയ്ത ഫസ്റ്റ് വീഡിയോ തന്നെ ഞങ്ങൾക്ക് ഒരു നല്ല എക്സ്പോഷറൊക്കെ കിട്ടിയപ്പോഴത്തേന് ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളൊരു രീതിയിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഇപ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ഒക്കെയാണ് നമ്മളെ ഗസ്റ്റായിട്ട് റീ ഓപ്പൺ ചെയ്യണത്. നമ്മൾ അതിൻ്റെ എല്ലാ ഐശ്വര്യവും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. അതെ. അപ്പോൾ മെയിനായിട്ടൊക്കെ ഞങ്ങൾ ഈ ഗെയിം റിലേറ്റഡ് അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെയാണ് നമ്മൾ ചെയ്യണം. അപ്പോൾ ഒക്കെ ഗെയിംസും ഇതൊക്കെ കളിക്കാറുണ്ടോ? ഒന്നുമില്ല. ഇന്നൊരു ജീവിതത്തിൽ ഒരു ഗെയിം കളിച്ചിട്ടില്ല. ഞാൻ ആകെ കളിച്ചിട്ടുള്ളത് ഗ്രാൻഡ് ടൂറിസ്മോ കളിച്ചിട്ടുണ്ട്. നമ്മള് ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ. ഞാൻ പക്ഷേ ആ ഫുൾ സെറ്റപ്പ് മറ്റേ ഡ്രൈവിംഗ് സെറ്റപ്പ് മുഴുവൻ ഉള്ളതുകൊണ്ട് ഡ്രൈവിംഗ് ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ ഇരുന്ന് കളിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഒരു ഇൻഡോർ ബോയ് അല്ല. എന്നെ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഒരു 20 മിനിറ്റ് കൂടുതൽ അടങ്ങിയിരുത്താൻ പറ്റും തോന്നുന്നില്ല. ഇനി ഞാനൊരു കംപ്ലീറ്റ്ലി ഔട്ട്ഡോർ ബോയ് ആയിരുന്നു. ഔട്ട്ഡോർ കിഡ് ആയിരുന്നു. ക്രിക്കറ്റിനായിരുന്നു എൻ്റെ ഫേവറേറ്റ്. പിന്നെ പഴയ വീഡിയോ ഗെയിംസ് കണ്ടിട്ടുണ്ട്. ടെർമിനേറ്റർ എന്ന് പറഞ്ഞിട്ട് കോൺട്ര, മാരിയോ, ടാങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഗെയിംസ് ഉണ്ടായിരുന്നു. അതൊക്കെയാണ്. പിന്നെ ഈ കമ്പ്യൂട്ടർ ഗെയിംസ് ഒന്നും ഞാൻ കളിച്ചിട്ടില്ല. PS-ലേക്ക് വന്നപ്പോഴും PS-ലാണ് ഞാൻ ഈ GT കളിച്ചിട്ടുള്ളത്. പിന്നെ VR ഓക്കെ അഗെയിൻ ദാറ്റ് മേക്സ് സെൻസ് അല്ലേ. അതിൻ്റെ അകത്ത് എനിക്ക് കുറച്ചും കൂടെ ടെന്നീസ് ഒക്കെ കളിക്കാൻ ഇഷ്ടമാണ്. ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി കൂടെയാണ്. അത് ശരിയാ. അത് നമ്മൾ വെറുതെ ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒക്കെ പറഞ്ഞതുപോലെ ഞങ്ങളൊരു ഇൻഡോർ ആയി പോയി മൊത്തത്തിൽ അങ്ങ്. അത് ഭയങ്കര. പക്ഷെ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. ഞങ്ങള് ഇപ്പം നമ്മുടെ ഹണിബി ഗ്യാങ് ഉണ്ടല്ലോ,
ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ PS5-ന്റെ ഇൻഡിവിജ്വൽ ജോയ്സ്റ്റിക് ആയിട്ടാണ്, ഞാനല്ല അവരെല്ലാരും വരുന്നത്, എല്ലാരും ഫിഫയാണ്. എല്ലാ സ്ക്രിപ്റ്റ് ഡിസ്കഷൻ വരെ എല്ലാരും ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന ഇടയിൽ മാത്രം മൾട്ടിപ്ലെയർ കളിക്കാൻ ഇപ്പൊ സംസാരിച്ച് ഗെയിം കളിക്കാന്ന് പറഞ്ഞാൽ അതിപ്പോ എന്റെ വീട്ടില് തുടങ്ങിയിട്ടുണ്ട്. ആഡം മൂത്ത ആള്, അതും ഒരു ഫിഫ ഫ്രീക്കാണ്. രാവിലെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ അത് കളിക്കും. പിന്നെ ഞാൻ ഒരു ഗെയിമും കൂടെ ഉണ്ട്, എന്റെ പേര് ഞാൻ മറന്നുപോയി. ഈ ടോം ഹോളണ്ട് ഒരു മൂവി ഉണ്ടല്ലോ, പ്ലേസ്റ്റേഷനിലാണോ? സ്പൈഡർമാൻ അല്ല, ഒരു അഡ്വഞ്ചർ മൂവി ഉണ്ട് ടോം ഹോളണ്ട് മറ്റേ മൂവി. അത് ശരി, എന്ത് ഗെയിംലെസ് ആണോ നിങ്ങള്? ഇവനൊരു പ്രത്യേക ഒരു കഴിവുണ്ട് ആസ്മിക. അതായത് ഉണ്ടല്ലോ, അറിയാത്ത കാര്യം ഭയങ്കര കോൺഫിഡന്റോടെ അത് ഇവൻ ലാസ്റ്റ് എപ്പിസോഡിൽ വിശ്വസിക്കുകയും ചെയ്യും. ഞാനിത് കേട്ട് വിശ്വസിക്കുകയും ചെയ്യും, കാരണം അത്രയും കോൺഫിഡൻസ് ഉണ്ട് ഇവന്റെ ഫേസിൽ. അത് പക്ഷെ പിടിക്കപ്പെടുന്ന ഒരു അടിപൊളിയാണ്. ഇപ്പൊ ലാസ്റ്റ് എപ്പിസോഡിൽ ഒരു ഡീസൽ വണ്ടിയിൽ പെട്രോൾ അടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളെ ഇംപ്രസ് ചെയ്ത് കളഞ്ഞു. 3 മാസത്തിന് ശേഷമാണ് പക്ഷെ പിടിക്കപ്പെടുന്നത്. 3 മാസം കഴിഞ്ഞ് കട്ട്സ് ഇറങ്ങാൻ തുടങ്ങി, ഇതുപോലെ കട്ട്സ് ഇറങ്ങി പോകാൻ തുടങ്ങി. ഡീസൽ വണ്ടി പെട്രോൾ. എനിക്ക് എൻ്റെ ഒരു G55 ഉണ്ടായിരുന്നു, ജി വാഗൺ മാർക്കിന്റെ. അപ്പോൾ അതുവരെ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതെല്ലാം ഡീസൽ വണ്ടികളായിരുന്നു, പ്രാക്ടിക്കാലിറ്റി കാരണം. അപ്പം ഞാനിത് ഭയങ്കര ആഗ്രഹിച്ച് നമ്മൾ സിനിമയിലൊക്കെ വന്ന് കുറച്ച് പൈസയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പയ്യെ നമ്മുടെ ഡ്രീംസ് പയ്യെ തോണ്ടിയെടുക്കുമല്ലോ. അപ്പോൾ എനിക്കൊരു V8 വേണം, ഒരു മിലിറ്ററി സ്പെക്ക് വേണം. അപ്പം ഞാൻ അങ്ങനെ അന്വേഷിച്ച് നടന്ന് 2012 മോഡലൊരു G55 എനിക്ക് ഡൽഹിയിൽ നിന്ന് സോഴ്സ് ചെയ്ത് ഞാനിവിടെ കൊണ്ടുവന്ന് ക്ലീൻ വണ്ടി, അങ്ങനെ അധികം ഉപയോഗിച്ചിട്ടൊന്നുമില്ല. ഞാൻ എടുക്കുമ്പോൾ ആ വണ്ടി വാസ് അറൗണ്ട് 20,000 കിലോമീറ്റേഴ്സ് അത്ര ഓടിയിട്ടുള്ളൂ, ഭയങ്കര വെൽ മെയിൻറ്റെയിൻ. അപ്പം ഞാനിവിടെ കൊണ്ടുവന്ന് നേരെ കൊണ്ടുപോയി ഫുൾ പോളിഷ് ചെയ്തിട്ട് ബാലു വർഗീസിൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ. അപ്പോൾ എൻഗേജ്മെൻറ്റിന് നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇത് പ്രോപ്പർ ബ്ലാക്ക് ജി വാഗൺ ആണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ടക്സിൽ വരണം. അപ്പം നമുക്ക് അറിയാനോ ബോയ്സ് ഡ്രീം. അപ്പം ഞങ്ങൾ ഇതെല്ലാം പ്ലാൻ ചെയ്ത് അങ്ങനെ നിന്നിട്ട് ഞാൻ എൻ്റെ ഡ്രൈവറിൻ്റെ അടുത്ത് ഞാൻ വണ്ടി ഫുൾ ടാങ്ക് ഫ്യൂവൽ അടിച്ചിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ ഇവൻ്റെ ബാലുവിൻ്റെ എൻഗേജ്മെൻ്റ് ആണല്ലോ, അപ്പോൾ അതിൻ്റെതായ പ്രിപ്പൊക്കെ ഉണ്ട്. നമ്മളെല്ലാവരും മറ്റേ ഫുൾ ഓൺ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്ത് നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് എൻ്റെ ഡ്രൈവറിൻ്റെ കോൾ വരുന്നു. അതെ ഇക്ക, വണ്ടി പെട്രോളാണോ ഡീസലാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഒരു മിനിറ്റ്, നീ എന്താ അടിച്ചതിൻ്റെ അകത്തെന്ന് ചോദിച്ചു. ഞാൻ ഡീസലാണ് അടിച്ചതെന്ന് പറഞ്ഞ് ഒരു പെട്രോൾ വണ്ടിയായി, അതായത് 80 ലിറ്റർ എന്തോ ആണ് അതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി. 80 ലിറ്റർ ഫുൾ ടാങ്ക് ഡീസൽ അടിച്ച് അവൻ ഓടിച്ചു വരുന്ന വഴി വണ്ടി സ്റ്റക്കായി നിന്നു. അങ്ങനെ വണ്ടി ടോയ് ചെയ്ത് മെർസിഡസിൻ്റെ ഷോറൂമിൽ കൊണ്ടുപോയി ഇതിൻ്റെതായ പരിപാടികളൊക്കെ ചെയ്ത് 5-6 ദിവസം. അപ്പോൾ എൻഗേജ്മെൻറ്റിന് നമുക്ക് ബേസിക്കലി വണ്ടി കിട്ടിയില്ല. അങ്ങനെ 5-6 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വണ്ടിയുടെ റിപ്പയർ എല്ലാം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫ്യൂൽ ലൈനൊക്കെ മാറ്റി എനിക്ക് തിരിച്ചു കൊണ്ട് ഡെലിവറി എടുക്കുക. അപ്പോൾ ഞാനാണ് ഡെലിവറി എടുക്കാൻ പോകുന്നത്. ഷോറൂമിൽ പോയി ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിച്ച് വണ്ടിയൊക്കെ എടുക്കുന്ന നേരം ഒരു 80 ലിറ്ററിൻ്റെ കന്നാസ് അവിടെ ഇരിക്കുന്നു. അപ്പം ഞാൻ ഇവരോട് ചോദിച്ചു, ഇത് എന്താ സാർ? അതാ ഡീസലാണ്. അരെ ഇത് ഒരിക്കലും ഫുൾ ടാങ്ക് ഡീസൽ, ഇത് ഷോറൂമുകാർ ഇത് എടുക്കൂല. എനിക്ക് 80 ലിറ്റർ ഡീസലിട്ട് ഒരു കന്നാസി തന്നിട്ട് ഒരു കാര്യമില്ല. ഞാൻ എന്നിട്ട് ബാലുവിന്റെ വീട്ടിലേക്ക് കല്യാണത്തിന് വെഡിങ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തുവിട്ടു. ജനറേറ്ററൊക്കെ ഉണ്ടാവുമല്ലോ അവിടെ. അപ്പൊ ആദ്യമായിട്ട് ഒരു വെഡിങ് ഗിഫ്റ്റ് ആയിട്ട് ഞാൻ കൊടുത്തത് 80 ലിറ്റർ ഡീസലാണ്. ഒരു റിബൺ കെട്ടി ഞങ്ങൾ കൊടുത്തുവിട്ടു. അപ്പൊ എന്തായാലും എങ്ങനെ പോണു ഇപ്പൊ കാര്യങ്ങളൊക്കെ? പരിപാടി അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. എന്തായാലും സോ ഫാർ സോ ഗുഡ്. സർക്കിറ്റിൻ്റെ പ്രൊമോഷൻസ് നടക്കുന്നുണ്ട്, നല്ല രീതിയിലുള്ള റീച്ച് സർക്കിറ്റിന് കിട്ടുന്നുണ്ട്. ഇപ്പം എസ്പെഷ്യലി നമുക്ക് സ്ഥിരമായിട്ട് മലയാളത്തിൽ വരുന്ന രീതിയിലുള്ളൊരു ജോണറിലുള്ള സിനിമയല്ല. ഒരു കുട്ടിയാണ് ഇതിൻ്റെ അകത്തെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത്, ജപ്പു എന്ന് പറഞ്ഞിട്ട്. ഇപ്പം ട്രെയിലറും പാട്ടുകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. നല്ല രസമുള്ള പാട്ട്. ഗോവിന്ദ് വസന്തയാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അപ്പം ഒരുമാതിരി മ്യൂസിക് ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും പ്ലേലിസ്റ്റിലേക്ക് ആ പാട്ടുകൾ കയറി തുടങ്ങിയിട്ടുണ്ട്. അഗെയിൻ ജപ്പു എന്ന് പറയുന്ന ADHD ഉള്ള ഒരു കുട്ടി. അതായത് ഓഫ് കോഴ്സ് ഗെയിമർ ആയിരിക്കില്ല, അവന് ഇരിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഹൈപ്പർ ആക്റ്റീവ് ആണ്. ADHD ഉള്ള ഒരു കുട്ടി. ആ കുട്ടിയുടെ ലൈഫിലുണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് സർക്കിട്ട്. കംപ്ലീറ്റ്ലി UAE, ദുബൈയിൽ, ഐ മീൻ ലൈക്ക് റാസൽ ഖൈമ, ഫുജേറ, കോർഫഖാൻ എന്നൊക്കെ പറഞ്ഞ് UAE കുറേ സ്ഥലങ്ങളിലാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. താമറാണ് ഇതിൻ്റെ ഡയറക്ടർ. താമര അവിടുത്തെ ആണ്, ഒരു NRI ആണ്. അപ്പോൾ അവിടുത്തെ ബേസ് ചെയ്തിട്ട്, ഐ മീൻ അവരുടെ ലൈഫിനെ ബേസ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു സിനിമയായിരിക്കണം.
ആരും യു എയിൽ ഇങ്ങനെയുള്ള കുറേ, അതായത് നമ്മുടെ ഇതിൻ്റെ ബേസിക് തോട്ട് താമറിന് കിട്ടിയെന്ന് പറഞ്ഞാൽ, യു എയിൽ നമുക്കറിയാം ഇവിടുന്ന് ഗൾഫിൽ പോയി രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് കുറേ പേര് പോയിട്ട് അവർക്ക് അവരുടേതായ സ്ട്രഗിൾസും ഒക്കെ ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു മാരിഡ് കപ്പിൾ എഗെയിൻ എ പാരൻറ്റ്. അപ്പോൾ ഇവർ അവിടെ പോയി, ഇവർക്ക് രണ്ടുപേർക്കും ജോലിയുണ്ട്, രണ്ടുപേർക്കും ഒരുമിച്ച് നൈറ്റ് ഷിഫ്റ്റ് വരുന്ന സമയത്ത് അവിടെ നടന്നൊരു ഒരു ആക്സിഡൻ്റ് ആണിത്, ഇൻസിഡൻ്റ് ആണ്. ഇവർ ഒരു കപ്പിളായിരുന്നു, അവർക്ക് രണ്ടുപേർക്കും ജോലിയുണ്ട്. അപ്പോൾ കുട്ടിയെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു സെർവൻറ്റിനെ വെക്കാനൊന്നും അവർക്ക് ഫൈനാൻഷ്യലി പറ്റില്ല. അപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് രാത്രി ഇവർ പോകുമ്പോൾ ഫ്ലാറ്റ് പൂട്ടിയിട്ടിട്ട് പോകും പുറത്തുനിന്ന്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവിടെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി, ഒരു ഫയർ സംഭവിച്ചു. ആ കുട്ടികൾക്ക് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ആക്സിഡൻ്റ് ആയിരുന്നു അത്. അപ്പോൾ അതിൽ നിന്നാണ് ഈ തോട്ട് വന്നത്. ഈ രണ്ട് പാരൻസിൽ വർക്ക് ചെയ്യുന്ന ADHD ഉള്ള ഒരു കുട്ടിയുടെ പാരൻസ്, അവർക്ക് അറിയാം. അപ്പം ആലോചിക്കാമല്ലോ എന്ത് ചെയ്യും, അവർ രണ്ടുപേരും ഇല്ലാതെ ഈ കുട്ടീനെ ഒറ്റയ്ക്ക് ഫ്ലാറ്റിലിട്ടിട്ട് പോകും. ആ കുട്ടിയുടെ ലൈഫിലേക്ക് എൻ്റെ ക്യാരക്ടർ ഒരു പുതിയ ആൾ വരുന്നു. ആ കുട്ടിക്കും ആ ഫാമിലിക്കും എനിക്കും ഒക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഈ സിനിമയുടെ കഥ. അപ്പോൾ ഇത് ആക്ച്വലി ദുബായിൽ തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കഥയായിട്ടാണ് താമർ ഇത് പ്ലാൻ ചെയ്തത്, തുടങ്ങിയതും ഷൂട്ട് ചെയ്തതും ഒക്കെ. അപ്പോൾ ഞാനിത് താമറിനോട് ചോദിച്ചു വന്നപ്പോൾ താമറിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇത് ആരോടും പറഞ്ഞിട്ടില്ല. ഇവനൊരു സ്ട്രാറ്റജിയാണ്. അതായത് ദുബായിൽ ഇപ്പോൾ ഇവനൊരു ആഡ് ഫിലിം കമ്പനിയുണ്ട്. അപ്പോൾ നാട്ടിലൊരു ഷൂട്ടിങ്ങിന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കമ്പനി പൂട്ടിപ്പോവും. അതുകൊണ്ട് ദുബായിൽ തന്നെ ഒരു സിനിമ പ്ലാൻ ചെയ്ത് ദുബായിൽ തന്നെ ഷൂട്ട് ചെയ്ത്, അപ്പോൾ ഈ ആഡ് ഫിലിം കമ്പനിയും നടക്കും, ഷൂട്ടിങ്ങും നടക്കും. കക്ഷത്തിരിക്കണ പോവുകയും ചെയ്ത് ഉത്തരത്തിരിക്കണ കിട്ടുകയും ചെയ്യണം. അത് ശരിയാ, ബുദ്ധിപരമായിട്ട് നമ്മളെ. ഇപ്പം പക്ഷെ ദേവദത്തിനെ പോലെ അല്ല കേട്ടോ, അവനെ അറിയാം. വായ്ത്താളം മാത്രമല്ല. നമ്മുടെ പോഡ്കാസ്റ്റിന്റെ കൊണാന്നൊരു പേരിട്ടേക്കണ നമ്മളത് ആൾക്കാർക്ക് ആദ്യമൊക്കെ കേട്ടപ്പോൾ നമ്മുടെ അടുത്ത് കുറച്ച് ഒഫെൻസീവ് ആയിട്ടൊക്കെ തോന്നിയായിരുന്നു. അല്ല, എനിക്ക് ഇത് ഇപ്പൊ പോഡ്കാസ്റ്റിൽ ആൾക്കാർ ഏറി പോകാറുണ്ട്. അതായത് എനിക്ക് പല സമയത്തും ഇപ്പൊ ഞാൻ വളർന്നു വന്ന ഒരു സിറ്റുവേഷനിൽ ഉപയോഗിക്കും നമ്മൾ രഹസ്യമായി പറഞ്ഞുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയയിൽ വളരെ പച്ചയ്ക്ക്, അതായത് നമ്മൾ ഊമ്പലാണെന്ന് പറയുന്നതിനകത്ത് ഇപ്പോൾ ഒരു പ്രശ്നമില്ല അല്ലേ. സോഷ്യൽ മീഡിയയിൽ എഴുതി വരുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഈ അത് നമുക്ക് തേപ്പ് എന്നൊക്കെ പറയുമ്പോൾ പണ്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. അതിൽ നിന്നൊക്കെ ആൾക്കാർ മാറി അതാ ഉപയോഗിക്കുന്ന ലാംഗ്വേജും ഒക്കെ ഭയങ്കര നോർമലായി തുടങ്ങി. പണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പോഡ്കാസ്റ്റ് കൊണയുന്നത് ഷോർട്ട് ഫോം ആണ് ശരിക്കും. അത് എന്താണ് ഒരുപാട് നല്ല അധ്യായങ്ങൾ. വെരി ഇന്നോവേറ്റീവ്. അതല്ല, ഇനി സത്യം പറയണേക്ക, ആദ്യം നമ്മള് കൊണാന്നുള്ളത് അങ്ങനെ തന്നെ ഇട്ടതാ. അപ്പൊ കമന്റ്സിൽ കുറെ ഇതൊക്കെ വന്നേട്ടാ. അപ്പൊ ഇവരെ പൂട്ടാൻ വേണ്ടിട്ട് എന്തെങ്കിലും നല്ലൊരു സാധനം, അതായത് പ്ലാൻ ചെയ്യണം എന്നുള്ള വിചാരിച്ച് ഞങ്ങളിരുന്ന് ഉറക്കുളച്ചിരുന്ന് ഒരു ദിവസം ഫുള്ളിരുന്ന് ഞങ്ങളൊരു കുപ്പിയൊക്കെ എടുത്തിരുന്ന് അടിച്ച് സെറ്റൊക്കെ ആയിട്ട് ഇരുന്ന് ആലോചിച്ച് ഓരോന്ന് മാറ്റി ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇത് വേണ്ട, അത് മതി, ഇത് അങ്ങനെ ഓരോന്ന് മാറ്റി കേൾക്കുമ്പോൾ എല്ലാവരും ഇമ്പ്രസീവ് ആവണ രീതിയിലത്തെ നല്ലൊരു വാക്കായിരിക്കണം എന്നുള്ള രീതിയിൽ ഞങ്ങൾ എഴുതി ഒപ്പിച്ച പേരാണ്. എന്നിട്ട് ഞങ്ങൾ അടുത്ത ദിവസം വന്ന് പോഡ്കാസ്റ്റ് രണ്ടാമത്തെ എപ്പിസോഡിലാണ് ഇതിന്റെ ഫുൾ ഫോം പറയുന്നത്. ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞില്ല. കേട്ടിരിക്കാൻ ഒരുപാട് നല്ല അധ്യായങ്ങൾ. ഞങ്ങൾ ഓരോ എപ്പിസോഡ് എന്ന് പറഞ്ഞാണ് ഇടുന്നത്. അപ്പൊ ഈ അധ്യായം എപ്പിസോഡ് എന്നുള്ളൊരു ഇങ്ങനെ ഞങ്ങൾ അപ്പം അടുത്ത അധ്യായം അങ്ങനെ പേരിട്ടൊക്കെ സെറ്റാക്കി വെച്ചു. അപ്പൊ ഉറപ്പായിട്ട് ഇവന്മാരുടെ കുറെ കൊണയുണ്ട് കേട്ടോ. ഉറപ്പായിട്ടുണ്ടാവും. അപ്പൊ ഇപ്പോഴേ ഞാനിപ്പം ഈ ഫിലിംസിൽ വരുന്ന ഞാനൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുമല്ല, എൻ്റെ ഒരു ഡൗട്ട് അല്ല, അങ്ങനത്തെ ഒരു കാര്യമാണ് കേട്ടോ. ഇപ്പൊക്കെ എല്ലാവരും ഇക്കയ്ക്ക് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരുപാട് ആക്ഷൻ വരുന്ന ഫിലിം, അങ്ങനത്തെ ഫിലിമുകളാണോട്ട് ചെയ്യാനാണോ കൂടുതൽ താല്പര്യം, അതോ കുറച്ച് നല്ല ക്യാരക്ടേഴ്സ് അങ്ങനത്തെ സാധനങ്ങൾ? എനിക്ക് ഇതുവരെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നതെല്ലാം ക്യാരക്ടർ ഓറിയന്റഡ്, നമുക്ക് സാധാരണക്കാരന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ സിനിമകളായിരുന്നു. പക്ഷെ ഇനി എനിക്ക് കുറച്ച് അതൊരു റിയൽ ലൈഫ് ഇൻസ്പയർഡ് ക്യാരക്ടറാണ് അത്. അപ്പൊ എനിക്ക് ഇനി താല്പര്യം കുറച്ച് ലാർജർ ദാൻ ലൈഫ് സിനിമകൾ. ഇപ്പം നമ്മളെയൊക്കെ സിനിമയിലേക്ക് അട്രാക്ട് ചെയ്തത് അങ്ങനെയുള്ള സിനിമകളും ക്യാരക്ടേഴ്സും ഒക്കെയാണ്. ഞാനിപ്പോൾ ചെറുപ്പത്തിൽ രജനീകാന്ത് സിനിമകളുടെ ഒരു ഫാനായിരുന്നു. കമൽഹാസനായിരുന്നു എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പെർഫോമർ. അപ്പോൾ അങ്ങനെ
അങ്ങനെയാണ് സിനിമയിലേക്ക് അട്രാക്റ്റഡ് ആവുന്നത്. പക്ഷേ എവിടേക്ക് ഒരു ബോയ് നെക്സ്റ്റ് ഡോർ ഇമേജ് ഞാൻ സിനിമയിൽ വന്നപ്പോൾ വന്നു. ആളുകൾക്ക് കാണുമ്പോൾ ഓക്കെ ഞാനൊരു ആൾക്കൂട്ടത്തിൽ നിന്നാൽ പെട്ടെന്നൊരു സിനിമാ നടനാണെന്ന് തോന്നില്ല. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആക്കി എടുത്തിട്ടാണ് എൻ്റെ ക്യാരക്ടേഴ്സ് എല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി കുറച്ച് ലാർജ് ദാൻ ലൈഫ് ഹീറോയിക് ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നാണ് ഇപ്പോൾ ഉള്ള എൻ്റെ ഒരു ആഗ്രഹം. ആണല്ലേ? അപ്പോൾ ഇതിലേക്ക് അപ്പോൾ ഇങ്ങനെ പറ്റി ഇപ്പം നമ്മുടെ മിന്നൽ മുരളി കോൺസെപ്റ്റ് അങ്ങനത്തെ പടങ്ങളൊക്കെ ചെയ്യണമെന്നാണോ താല്പര്യം? ശരിക്കും ഏറ്റവും സൂപ്പർ ഹീറോ ക്യാരക്ടർ ആഗ്രഹിച്ചിരുന്നത് ഞാനാണ്. ഞാനൊരു സൂപ്പർ ഹീറോ കോമിക് ഫാനാണ്. ചെറുപ്പം മുതലേ സൂപ്പർ ഹീറോ വേൾഡിൽ വളർന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു സൂപ്പർ ഹീറോ സിനിമ ചെയ്യണമെന്ന്. പക്ഷെ അത് ഞാൻ അഗെയിൻ നമ്മൾ കാണുന്നതും ഇപ്പം ആനിമേഷനാണ് നമ്മൾ കണ്ടു തുടങ്ങിയത് സൂപ്പർ ഹീറോസ് എല്ലാം. അത് കഴിഞ്ഞ് നമ്മൾ ഹോളിവുഡ് സിനിമ അഗെയിൻ മാർവൽ, അവെഞ്ചർ, DC എല്ലാം കണ്ട് നമുക്ക് ആ ക്വാളിറ്റിയിൽ ഒരിക്കലും ഒരു സിനിമ ചെയ്യാൻ പ്രാക്ടിക്കൽ അല്ല എന്ന് ഓർത്തിരിക്കുമ്പോഴാണ് ബേസിൽ വന്ന് ദിങ്ങനെ മിന്നൽ മുരളി കൊണ്ട് അല്ലേ നമുക്ക് ഒരിക്കലും അത് പറ്റില്ലെന്ന് ഓർത്തിരിക്കുമ്പോഴാണ്. അപ്പൊ ഇനിയിപ്പോ ഒരു ധൈര്യമുണ്ട്. എനിക്ക് ഡെഫിനറ്റ്ലി ഒരു സൂപ്പർ ഹീറോ ചെയ്യണമെന്നുണ്ട്. ഒരു അത്യാവശ്യം ക്യാരക്ടർ സ്കെച്ചും ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. അതെ, സ്വന്തം ക്യാരക്ടർ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുക. ഉടനെ അത് നടക്കട്ടെ, വെരി സൂൺ. ഗെയിമിംഗ് ഇല്ലെന്ന് എന്തായാലും പറഞ്ഞേക്ക. അപ്പൊ വേറെ എന്താണ് ഔട്ട്സൈഡ് സിനിമ ഹോബീസ്? നല്ല ഇഷ്ടമുള്ള കാര്യങ്ങൾ. എനിക്ക് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ഹോബി അല്ലെങ്കിൽ ഒരു പാസ് ടൈം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഡ്രൈവിംഗ് ആണ്. എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. വണ്ടികൾ ഇഷ്ടമാണ്. അപ്പം മോർ ദാൻ വണ്ടികൾ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടം. ഏത് വണ്ടി എന്നൊന്നുമില്ല. ഇപ്പം ഞാൻ ഷൂട്ടിന് കൊണ്ടുവന്ന വണ്ടിയാണെങ്കിലും ഫ്രണ്ട്സിൻ്റെ വണ്ടിയാണെങ്കിലും എൻ്റെ വണ്ടിയാണെങ്കിലും ഞാൻ വണ്ടിക്കകത്തുണ്ടെങ്കിൽ ഡ്രൈവിംഗ് സീറ്റിൽ ഞാനായിരിക്കും. അപ്പോൾ അത് എനിക്ക് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ എപ്പോഴും സിനിമകൾ കാണുക. ഏത് ഭാഷയിലാണെങ്കിലും ഏത് സിനിമയാണെങ്കിലും ഇരിക്കാനൊരു സ്പേസും ഒരു സ്ക്രീനും ഉണ്ടെങ്കിൽ സിനിമ കാണാൻ ഉള്ളൊരു സെറ്റപ്പ് ഞാൻ ഉണ്ടാക്കിയെടുക്കും. പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ കൂതറടിച്ച് ട്രാവൽ ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യം. അപ്പം അത് പോകാൻ നിങ്ങൾക്ക് എല്ലാവരെയും കിട്ടും. നമ്മൾ ഫാമിലിയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചില സമയത്ത് ചില ആളുകളെ ഒഴിവാക്കിയിട്ട് പോകാൻ പറ്റില്ല. അപ്പൊ അവരെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകണം. ഇല്ല, ഫാമിലി ആയി എനിക്ക്. കുഞ്ഞാവ് ജനിച്ചിട്ട് 2 മാസമായി. അതാ പറഞ്ഞു, ആൺകുട്ടിയാണെന്ന് പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ നമ്മളതിന് ഞാനിപ്പോ ഒക്കെ പറഞ്ഞ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് വന്നോണ്ടിരിക്കുക. സത്യം പറഞ്ഞ കാര്യം നമ്മള് ഇപ്പൊ ഇതിന് ഞാൻ സർക്യൂട്ടിലേക്ക് കൊണ്ട് കണക്ട് ചെയ്യുന്നതല്ല എങ്കിലും ഇപ്പൊ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു വലിയ കുഴപ്പം എന്നല്ല, ഒരു വലിയ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ഇപ്പം നമ്മൾ ഇപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ 3 പേരും കൂടെ നല്ല കലക്കനായിട്ട് ജെല്ല് ചെയ്യുമ്പോൾ ഈ എപ്പിസോഡ് കഴിയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം, എടാ നമുക്കെന്നാ ഒരു ഡ്രൈവ് ഇട്ടിട്ട് വന്നാലോ, ലെറ്റ്സ് ഗോ ടു വർക്കല എന്ന് പറയുന്നത് നമുക്ക് പോവാം. പക്ഷെ നമുക്ക് കുറച്ച് കമ്മിറ്റ്മെന്റ്സ് ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റില്ല. പിന്നെ അപ്പം നമുക്ക് ചെറിയ ഫ്രസ്ട്രേഷൻ വരും. അത് നമ്മൾ പുറത്ത് കാണിക്കില്ല. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സാധ്യതയുള്ള പാരൻസിന് കൂടി വേണ്ടിയിട്ടാണ്, യങ് പാരൻസിനും കൂടെ വേണ്ടിയിട്ടാണ് സർക്യൂട്ട് ആക്ച്വലി. അതായത് നമ്മൾ ചെക്കൻ കാരണം ഉണ്ടാവുന്ന ഒരു അതെ, നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ കുട്ടി ഒരു ADHD ആയിട്ടുള്ളൊരു കുട്ടിയും കൂടി ആകുമ്പോൾ ഇതിൻ്റെ കുട്ടി എന്നുള്ളൊരു ഫാൻറ്റസി പീരീഡ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിയാലിറ്റി ഫേസ് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്ന പാരൻസ് ഉണ്ട്. അപ്പോൾ ആ സമയമാകുമ്പോൾ നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. കാര്യം കുട്ടികളുടെ ഒരു പ്രത്യേകത എന്താ പറഞ്ഞാൽ ഇതുങ്ങൾ വേറെ ആരുടെയിലൊക്കെ ആണെങ്കിൽ നല്ല രസമാണ്. ഇത് ഫുൾ ടൈം ഇതിനെ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വരുമ്പോഴാണ് നമ്മൾ പാളുന്നത്. അതായത് ഇനിയിപ്പോൾ നീ അറിയാൻ പോകുന്ന ഒരു വലിയ രസമുള്ള, അതായത് ഒരു ബേർപ്പ് ഉണ്ടല്ലോ, ഏമ്പക്കം, ഒരു കുട്ടിയുടെ ബേർപ്പിനുണ്ടാവുന്ന വില എന്താണെന്ന്, അതായത് ഫീഡ് ചെയ്ത് കഴിഞ്ഞ് കുട്ടിയെ കിടത്തുന്നതിന് മുന്നേ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ഒരു മുഖം നീ കണ്ടിട്ടുണ്ടോ? അത് ചില ദിവസം രാത്രിയൊക്കെ നമ്മളൊരു 2 മണി 3 മണി ടൈമിലൊക്കെ കുട്ടീനെ എടുത്ത് ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വൈഫ് നമ്മുടെ കൈ തരും ഇതിനെ ബേർപ്പ് ചെയ്യിക്കാൻ പറഞ്ഞിട്ട്. അപ്പൊ ഇതിനെ നമ്മളിങ്ങനെ എടുത്ത് തട്ടി 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 ഒരു പോയിന്റിൽ എവിടെയോ ഇങ്ങനെ ഒച്ച കേൾക്കും.
എവറസ്റ്റ് കീഴടക്കിയ സന്തോഷമാണ്. ഞാനത് ഇപ്പം എനിക്ക് അങ്ങനെ ചെയ്യാൻ അറിഞ്ഞൂടാ. എന്നാലും ഞാൻ കുഞ്ഞിനോട് ഇരിക്കുമ്പം അവളുടെ അമ്മ ഇങ്ങനെ എടുത്തിട്ട് പോയിട്ട് ഇത് ചെയ്യുന്ന കാണാം. അപ്പൊ എനിക്കത് പേടിയാണ്. അതൊരാഴ്ച കൂടെ ഉണ്ടാവുള്ളൂ, പഠിച്ചോ. ഇനിയിപ്പോ എന്റെ വീട്ടിലോട്ട് വരുമ്പോ എന്തായാലും പഠിച്ചേ പറ്റുള്ളൂ. ഒരു ഗെയിമിംഗ് പോഡ്കാസ്റ്റിൽ ഒന്ന് തന്തവൈബ് തന്നെന്ന് പറയരുത് കേട്ടോ. അതില്ല അത്ര അത് നമ്മള് വൈബതന്ത മെയിനായിട്ട് ഇപ്പൊ എല്ലാരും വയസ്സായി വരുന്ന എല്ലാരും ഇത് തന്നെ പറയണം, വൈബ് തന്ത. എങ്ങനെ ഉണ്ടായിരുന്നു ദുബായ് എക്സ്പീരിയൻസ് ഒക്കെ? ഞാനും ദുബായിലാണ്, അതാ ഞാൻ ചോദിക്കണേ. ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യണത്. ഞാൻ ഫ്രീലാൻസ് ആയിട്ട് ഗ്രാഫിക് ഡിസൈനർ ആയിട്ട് വർക്ക് ചെയ്യുക. ഞാൻ ദുബായിലായിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ദുബായ് നമ്മൾ മലയാളികൾക്ക് എപ്പോഴും ഒരു സെക്കൻഡ് ഹോം ഫീൽ അല്ലേ. ഇപ്പം നമ്മൾ ഇവിടുന്ന് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എപ്പോഴും എനിക്ക് ദുബായ് വിട്ടിട്ട് ഇതിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് പോയി ട്രാവൽ ചെയ്യണം, ഒത്തിരി ഡ്രൈവ് ചെയ്യണം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കാണാത്തൊരു ജോഗ്രഫി അവിടെ ഉള്ളതുകൊണ്ട് എപ്പോഴും ആലോചിക്കും. പക്ഷേ ഈ ദുബായ് ചെന്ന് ഇറങ്ങി ദുബായുടെ ഒരു ബ്ലിങ് കണ്ടു കഴിയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് പോകാൻ പറ്റില്ല. ദുബായിൽ നിന്ന് യുനോ പാർട്ടി വേണോ, ക്ലബ്സ് ഉണ്ട്, മ്യൂസിക് ഉണ്ട്, നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, വണ്ടികൾ, റോഡ്. വെറുതെ എൻ്റെ ഏറ്റവും വലിയൊരു ഹോബി ആയിരുന്നു ഒരു സമയത്ത് അവിടുത്തെ നല്ല ഹോട്ടൽസിന്റെ വാലെ പാർക്കിങ്ങിൽ പോയി വെറുതെ ഞങ്ങൾ നിൽക്കുമായിരുന്നു വണ്ടികൾ കാണാൻ വേണ്ടി. ലിമിറ്റഡ് എഡിഷൻ വണ്ടികളൊക്കെയാണ് നമ്മൾ ടോപ്പ് ഗിയറിൽ മാത്രം ഫീച്ചർ ചെയ്ത് കാണുന്ന പല വണ്ടികളും. ഇപ്പം ബുഗാട്ടി സീരീസ് മുഴുവൻ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ദുബൈയിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ എപ്പോഴും ദുബൈയിൽ പോകുമ്പോൾ നമ്മൾ ഈ ദുബൈയിൽ മാത്രം ഇത് സ്റ്റക്കായി പോകും. പക്ഷേ ഈ സിനിമ ഷൂട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ റാസൽ ഖൈമ, ഫുജൈറ, കോർഫഖാൻ ഈ 3 സ്ഥലങ്ങളിലാണ് ഇതിൻ്റെ ഒരു മേജർ പോർഷൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ ഇതുവരെ കാണാത്ത, എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു ദുബൈ ഈ ലൈക്ക് UAE ഈ സിനിമയെ കൂടെ കിട്ടി. നമുക്ക് എല്ലാവർക്കും ദുബായ് എന്ന് പറയുമ്പോൾ മറ്റേ കുറെ ബിൽഡിങ്ങും മറ്റേ ഹൈഫൈ ലക്ഷറി ഹൈ ഫണ്ട് എക്സ്ട്രാ ആണ്. പക്ഷെ നമ്മൾ ഈ റാസൽ ഖൈമ സൈഡൊക്കെ പോകുമ്പോൾ നമുക്കൊരു വേറൊരു സൈഡ് ഓഫ് ദുബായ് കാണാൻ പറ്റുമല്ലേ ശരിക്കും. അവിടെ നമ്മൾ പോയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ബീച്ചസ് ഉണ്ട്, നല്ല കലക്കം സീ ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. പിന്നെ ഈ കോർഫഖാനിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ എനിക്ക് നമ്മൾ വേറെ ഏതൊരു ലോകത്തെത്തിയ പോലെ തോന്നുന്നു. നമുക്ക് ഭയങ്കര പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഒരു ഫ്യൂച്ചർ കേരളം എന്ന് പറയാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. അതായത് നമ്മൾ ഇൻട്രാക്ഷൻ മുഴുവൻ മലയാളത്തിലായിരിക്കും. നമുക്ക് റാൻഡം ആയിട്ട് കടയിൽ ചെന്ന് മലയാളത്തിൽ സംസാരിച്ച് സാധനങ്ങൾ മേടിക്കാം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അവിടെ ഇപ്പൊ ഈ കേരളത്തിൽ പോലും അത്രയും ഫ്രീ ആയിട്ട് മലയാളം പറയാൻ പറ്റില്ല. ഇവിടെ മൂവാറ്റുപുഴയിലൊക്കെ ചെന്നാൽ ഫുള്ള് മലയാളം കൊണ്ട് പറ്റില്ല. ഞാൻ പണ്ട് എനിക്കൊരു ഇൻസിഡന്റ് ഉണ്ട്. ഞാൻ ഈ പനമ്പള്ളി നാറിലൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി. ഞാൻ സ്ഥിരമായിട്ട് ഇരിക്കുന്ന ഈവനിങ് ലൈക്ക് ബ്രേക്ക്ഫാസ്റ്റിനാണ് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് ഇരിക്കുന്ന ഒരു കോർണർ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയിരിക്കുന്നു, ഭക്ഷണം ഓർഡർ ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് ഭയങ്കര പാക്ഡ് ആണ് ഈ റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവിടെ നിന്ന് ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് ഞാൻ ഇവിടെ ഇരുന്നോട്ടെ എന്ന് വെച്ചപ്പോൾ ഓപ്പോസിറ്റ് ചെയർ ഫ്രീയാണ്. അപ്പോൾ ഞാൻ പ്ലീസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇയാൾ ഇരിക്കുന്നു, ഇയാൾ എന്നോട് സംസാരിക്കുന്നുണ്ട്, ഞാനും സംസാരിക്കുന്നു. അപ്പോൾ ഓർഡർ എടുക്കാൻ വന്ന് ഒരു ഹിന്ദിക്കാരൻ വന്നു. അപ്പം ഞാനിങ്ങനെ ഒരു ദോശ ഒരു എന്തോ പറഞ്ഞ് ഇയാളും എന്തോ പറഞ്ഞ് അത് കഴിഞ്ഞ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം വന്നിട്ട് കുടിക്കാൻ ചോദിച്ചു. അപ്പോൾ ഞാനൊരു കോഫി ടീ എന്തോ പറഞ്ഞ് ഇയാളും എന്തോ പറഞ്ഞ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് മൂപ്പര് ബില്ല് കൊണ്ടുവന്നു ഒരു ബില്ല്. മറ്റേ ലാൽ സാറിൻ്റെ അവസ്ഥ, ഇവന് ഹിന്ദിക്കാരനാണ്. അപ്പോൾ ഈ ഫുൾ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് എന്നെ അറിയാമല്ലോ, ഇവരെല്ലാവരും ഇങ്ങനെയൊക്കെ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പം ഞാൻ എന്താ പറയുന്നതെന്നൊരു ചെവി എല്ലാവർക്കും ഉണ്ട്. പിന്നെ എന്തെങ്കിലും സംസാരിച്ചാൽ അപ്പൊ എനിക്കറിയാം ഹിന്ദി പറഞ്ഞാൽ വാല് മുറിയും. അവിടെ ഒരു കൂട്ടച്ചിരിക്കുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ ഇയാളെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ഇത് നമ്മളെ രണ്ടുപേരുടെയും ബില്ല് ഒരുമിച്ചാ തന്നേക്കുന്നത്. അപ്പൊ ഇയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അയ്യോ ഇക്ക എനിക്ക് ഹിന്ദി അറിയില്ല എന്ന് ഇദ്ദേഹം പറഞ്ഞു. അപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല, എനിക്ക് ഹിന്ദി അറിയില്ല. അപ്പൊ ഞാൻ കുഴപ്പമില്ല, ബില്ല് ഞാൻ കൊടുത്തോളാം. എന്നിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ ബില്ല് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, എന്റെ ഏതെങ്കിലും ഒരു സിനിമ കണ്ടാ മതി. അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ. പക്ഷെ ഈ റാസൽ ഖൈമയിലൊക്കെ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് സ്ഥിരമായി ഞങ്ങൾ പോയി കഴിക്കുന്ന അവിടെ ഒരു സ്ഥലത്ത് പാൽക്കപ്പയും ബീഫും കിട്ടുന്നൊരു ഹോട്ടലുണ്ട്. അത് കഴിക്കാൻ വേണ്ടി എത്ര ആൾക്കാർ വരുന്നു, എന്തൊരു തിരക്കാണെന്ന് അറിയാം. ഞങ്ങൾ ആ ഹോട്ടലിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്.
അങ്ങനെ എനിക്കൊരു ഭയങ്കര പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ബീച്ചിൽ പോയി, നമ്മൾ ഫിഷിങ്ങിന് പോയി, ബോട്ട് എടുത്ത് പോയി, അവിടുത്തെ ഫിഷ് മാർക്കറ്റിൽ പോയി ഞാൻ. അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് കേട്ടോ. നമുക്ക് നമ്മുടെ മനസ്സിൽ വരും ഫിഷ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആംബിയൻസേ അല്ലേ അവിടുത്തെ മീനുകളൊക്കെ കാണണല്ലേ. സത്യം. ഞാനാണെങ്കിൽ തന്നെ എൻ്റെ അടുത്ത് പപ്പ എപ്പോഴും പറയാറ് പപ്പ പുറത്തായിരുന്നു, ഗൾഫിലായിരുന്നു കുറേ വർഷം. അപ്പോൾ പപ്പ പറയായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണത് നമ്മുടെ നാട്ടിലത്തെ ഫുഡ് ഇതൊക്കെയാണെന്ന്. പക്ഷെ ഞാൻ ദുബായ് പോയപ്പം ഇപ്പൊ അല്ല പറഞ്ഞാൽ സത്യം വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഹോട്ടലുകളെക്കാളും നല്ല ഫുഡ്, കേരളത്തിലെ ഫുഡ് ഞാൻ കഴിച്ചത് ദുബായ്. അതെ, നല്ല ക്വാളിറ്റി. സത്യം പറഞ്ഞ അല്ല, നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ രാവിലെ നമുക്ക് പുട്ടും കടലയും പുട്ടും മുട്ടയും കഴിക്കണോ, അവിടെ ഓപ്ഷനുണ്ട്. ഉച്ചയ്ക്ക് സദ്യ കഴിക്കണോ, ഓപ്ഷനുണ്ട്. വൈകുന്നേരം പരിപ്പോടെയും ചായയും കാപ്പിയും കുടിക്കണോ, ഓപ്ഷനുണ്ട്. രാത്രി പോയിട്ട് കിഴി പൊറോട്ട കഴിക്കാൻ വരെ ഓപ്ഷനുണ്ട്. തലക്കറി വേണോ, എന്ത് വേണോ, എല്ലാം ഉണ്ട്. ഇപ്പൊ സത്യം പറഞ്ഞാൽ നമ്മുടെ ഇവിടത്തേക്കാളും നന്നായിട്ട് എനിക്ക് തോന്നുന്നു കുറച്ച് ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് ഞാൻ ഇവിടെ കഴിച്ചിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ദുബായ് നിൽക്കുമ്പോൾ. ശരിക്കും. അപ്പൊ നമുക്ക് അവിടെ പോകുമ്പോ ഒരു എന്താ പറയുക, വീട്ടിലെ ഫുഡ് നമുക്ക് മിസ് ചെയ്യും, അച്ഛനമ്മയുടെ ഫുഡ് എന്തായാലും മിസ് ചെയ്യുമല്ലോ. അപ്പൊ പക്ഷെ അതിന്റെ അപ്പുറത്തോട്ട് കേരള ഫുഡ് എന്ന് പറയുന്ന ഒരു സാധനം, ഒരു മിസ്സിങ് നമുക്കിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്യാം. എനിക്ക് അവിടെ അതിനേക്കാൾ സന്തോഷം തോന്നിയിട്ടുണ്ടല്ലേ, നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം ഇതിൻ്റെ കുറേ നൈറ്റ് സീക്വൻസസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ അവിടെ ഈ രാത്രി നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട്, ഡേ ഷിഫ്റ്റ് കഴിഞ്ഞ് വരുന്നവർ വീട്ടിൽ പോയി കുളിച്ച് ഫാമിലി ആയിട്ട് ഷൂട്ടിംഗ് കാണാൻ വരും. അപ്പോൾ ഇവർക്ക് നമ്മളോടുള്ള ഇഷ്ടം എന്ന് പറഞ്ഞാൽ സിനിമയെ കാണുന്നതിനേക്കാൾ നാട്ടിൽ നിന്ന് വന്ന പരിചയമുള്ള ഒരാൾ, അതാണ് അവർ നമുക്ക് തരുന്ന ഒരു കൺസിഡറേഷൻ. ഭയങ്കര സ്നേഹമാണ്. എന്തോരം അത് വരുന്ന ഒരു കുഞ്ഞി ചോക്ലേറ്റ് പാക്കറ്റ്സ്, ഗിഫ്റ്റായിട്ട് സ്വീറ്റ്സ്, ഡേറ്റ്സ് എല്ലാം കൊണ്ടുവരും. ഇവർക്ക് നമ്മൾ നാട്ടിൽ നിന്ന് വന്ന പരിചയമുള്ള ഒരാളാണ്. ആ സ്നേഹം അവർക്ക് എപ്പോഴും ഉണ്ട്. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഈ ഫിലിമിന്റെ ഷൂട്ട്. ഒരു വണ്ടിപ്രാന്തനാണോ? ഞാൻ പറഞ്ഞില്ലേ, വണ്ടി പ്രാന്തൻ എന്നുള്ളതിനേക്കാൾ എനിക്ക് ഒരു ഡ്രൈവിംഗ് പ്രാന്തൻ എന്ന് ആണ് പറയാൻ ഇഷ്ടം. അപ്പൊ ഇനി പുതിയൊരു പുതിയ വണ്ടികൾ എടുക്കുക. നമ്മള് സിനിമയിൽ വന്നു കഴിഞ്ഞ് നമുക്ക് ഉണ്ടാവുന്ന ഒരു വലിയ പ്ലസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പൈസ വരും. അപ്പൊ നമുക്ക് നമ്മുടെ ചെറുപ്പത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ നമ്മളിങ്ങനെയല്ലേ സാധിച്ചെടുക്കുക. ഞാനപ്പം വണ്ടികളാണ് എൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഞാൻ വേറെ അങ്ങനെ ഭയങ്കര ദൂർത്തടിച്ച് കളയുന്ന ഒരാളൊന്നും അല്ല. വണ്ടികൾ എനിക്ക് ഓടിക്കാൻ പ്രാക്ടിക്കലായിട്ടുള്ള കാർസ് എടുക്കുക എന്നുള്ളതാണ് എനിക്കിഷ്ടം. ഇപ്പം അതുകൊണ്ട് തന്നെ SUVs ആണ് എൻ്റെ കയ്യിൽ കൂടുതലും ഉള്ളത്. പക്ഷെ എനിക്ക് സ്പീഡ് ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ റോഡ് കണ്ടീഷനിൽ ഞാനൊരു സൂപ്പർ കാർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ പറ്റാതെ കിടക്കുന്ന കാണുമ്പോൾ നമുക്ക് പ്രാക്ടിക്കൽ അല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അടുത്ത ഒരു വർഷത്തിൽ നമ്മുടെ എക്സ്പ്രസ് ഹൈവേ ഒക്കെ ഫുൾ ത്രൂ ആവും. എന്നിട്ട് വേണം കുറച്ച് ക്യാമറ അടിപ്പിക്കാൻ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു നമ്മുടെ ഇപ്പൊ റോഡ് കണ്ടീഷൻസ് ഒക്കെ ഭയങ്കര അടിപൊളിയാണെന്ന് വിചാരിച്ചു. ലൈക്ക് ദുബായിയുടെ ഒക്കെ പോലത്തെ ഒരു സ്ട്രക്ചർ ഒക്കെ ഉള്ള റോഡ്സും അങ്ങനത്തെ ഇതൊക്കെ ആവുകയാണെന്നെങ്കിൽ ഇവിടെ കൊണ്ടു നടക്കാൻ ഏറ്റവും ആഗ്രഹം അല്ലെങ്കിൽ വാങ്ങിക്കാൻ ആഗ്രഹമുള്ള കാർ ഏതായിരിക്കും? എനിക്ക് ഡെയിലി യൂസ് ആയിട്ട് എടുക്കാനാണെങ്കിൽ ഓൾവേസ് ഒരു പോർഷൻ 911 ഒരു കരേറയാണ് പ്രാക്ടിക്കലി കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ കാർ. പക്ഷെ പെർഫോമൻസ് ഓറിയന്റഡ് ആണെങ്കിൽ അഗൈൻ ഒരു GT3 ആണ് ഒരു ഡ്രീം കാർ ആയിട്ടുള്ളത്. പോർഷെ ഞാൻ ഓടിച്ചത് കൂടുതൽ. എനിക്ക് അങ്ങനെ ഫെറാറി എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള ഫെറാറി ഡ്രൈവിങ്ങിനെ പറ്റി ഒരുപാട് പേര് പറയും. പക്ഷെ ഞാൻ പേഴ്സണലി അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഈ സൂപ്പർ കാർസിന്റെ പ്രശ്നം ഞാൻ നമുക്ക് വേറൊരാളുടെ വണ്ടി, ഇനിയിപ്പോൾ എത്ര ഡിയറസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞാലും സൂപ്പർ കാർസ് നമുക്ക് വേറെ ആളുടെ അടുത്ത് ഓടിക്കാൻ പേടി വരും. ഒന്ന് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ നമുക്ക് വേണ്ട. ദുബായ് പോയി ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത്. അപ്പോൾ നമുക്കാണെങ്കിൽ തന്നെ അവരത്രയും നമ്മളിപ്പോൾ അറിയാവുന്ന ആൾക്കാരാണെങ്കിലും ബ്രോ കുഴപ്പമില്ല ഓടിച്ചു പറയുമ്പോഴും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പറ്റിയാലുള്ള ഒരു സീൻ എന്നുള്ളൊരു എപ്പോഴും ആ കൺസേൺ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പേഴ്സണലി അത് കാര്യം ഇവിടെ പോർഷെ സെന്ററിന്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഒക്കെ വരുന്ന സമയത്ത് അവരുടെ കൺട്രോൾ എൻവയൺമെന്റിൽ നമുക്ക് ട്രാക്ക് ഡേ ആയിട്ട് സെറ്റ് ചെയ്യും. അങ്ങനെ ഞാൻ ഓടിച്ചിട്ടുള്ളതുകൊണ്ടാണ് എനിക്ക് ഇത് പറയാൻ പറ്റിയത്. ചിലപ്പോൾ ഇനി വരുമ്പോൾ ഓടിച്ചു നോക്കിയിട്ട് മാറും. പക്ഷെ ഒരിക്കലും അതൊരു ഇലക്ട്രിക് ഹൈബ്രിഡ് കാർ ആയിരിക്കില്ല. ഇലക്ട്രിക്കിനോട് താല്പര്യം ഒരിക്കലുമില്ല. അത് ഞാനിപ്പോൾ എൻ്റെ ഇഷാദ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവൻ എഴുതിയ ഒരു കോമൻറ്റ് എനിക്ക് ഭയങ്കര കൃത്യമായിട്ട് തോന്നുന്നത്. ഇപ്പം ഇറങ്ങുന്ന പല കാറുകളെയും നമുക്ക് ട്രാവൽ പോർട്സ് എന്ന് വിളിക്കാം.
ഇറ്റ്സ് നെവർ എ കാർ അല്ലേ. നമുക്ക് ഒരിക്കലും നമ്മളൊരു കാറെന്നും ഡ്രൈവിംഗ് എന്നും ഒക്കെ പറയുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസും ഫീലും ഒരിക്കലും ഒരു ഇലക്ട്രിക് കാറിന് തരാൻ പറ്റും എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ ഒരു BYD ഉണ്ട്, ഐ മീൻ ലൈക്ക് ഒരു ഇലക്ട്രിക് കാറുണ്ട്. അത് ഞാൻ എടുത്ത് ഓടിക്കാറുണ്ട്. പക്ഷെ എനിക്ക് ഈ പറയുന്ന പോലെ നമുക്ക് ഡ്രൈവിങ്ങിൽ നമുക്ക് കിട്ടുന്ന ചില നമ്മളൊരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു, ഒരു പോയിന്റ് എയിൽ നിന്ന് പോയിന്റ് ബിയിലേക്ക് പോകുവാൻ ഉപയോഗിക്കുന്ന ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ളതിനേക്കാൾ ഡ്രൈവിങ്ങിൽ നിന്ന് കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു പൊട്ട മൂടാണെങ്കിൽ എനിക്ക് എൻ്റെ ഒരു നല്ല ഡ്രൈവിന് അത് ഓവർകം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും എന്നെ. ഞാൻ നൈറ്റ് ഡ്രൈവ് ചെയ്യുന്ന ആളാണ്. ഞാൻ അത്യാവശ്യം സ്പീഡിൽ ഡ്രൈവ് ചെയ്യാറുണ്ട്. ഞാൻ റാഷ് ഡ്രൈവ് ചെയ്യാറുണ്ട്. വണ്ടികൾ ഞാൻ ആസ്വദിക്കാറുണ്ട്. അപ്പോൾ അതിലൊക്കെ എൻ്റെ മൂഡ് എൻഹാൻസ് ചെയ്യും. എനിക്ക് എൻ്റെ ഒരു സിനിമ ഇറങ്ങി മോശമാണ്, അത് സോഷ്യൽ മീഡിയയിൽ എന്നെ വലിച്ച് കീറി എയറിലിടുന്ന സമയത്ത് ഫോൺ ഫ്ലൈറ്റ് മോഡിൽ ഇട്ട് കഴിഞ്ഞ് ഞാനൊരു ഡ്രൈവ് പോകും. ആ ഡ്രൈവിൽ നമ്മളെല്ലാം മറക്കും. കാരണം ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റും ആക്സലറേഷനും ബ്രേക്കിങ്ങിലും സ്റ്റിയറിംഗ് കൺട്രോളിനെ പറ്റി മാത്രമായിരിക്കണം നമ്മുടെ ചിന്ത. ആ സ്പീഡിലും ആ ഒരു സ്പോട്ടിലും ആയിരിക്കണം നമ്മൾ വണ്ടിക്കകത്ത് ഇരിക്കുന്നത്. അപ്പോൾ അത് എപ്പോഴും എനിക്ക് കാറിനും ഡ്രൈവിനും പറയുമ്പോൾ എനിക്ക് അതാണ് എൻ്റെ മൂഡ്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി വണ്ടികൾക്ക് ലൈഫിൽ അത്രയും വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ മെയിനായിട്ട് എനിക്കാണെങ്കിലും എനിക്കങ്ങനെ ഇലക്ട്രിക് കാർ പുച്ഛം എന്നല്ല. എനിക്ക് എൻ്റെ കസിനാണ്, അപ്പോൾ അവനാണ് എൻ്റെ വണ്ടികളെല്ലാം നോക്കണം. അപ്പം ഞങ്ങളിങ്ങനെ ഓരോ സെഗ്മെൻറ്റിൽ ഓരോ വണ്ടികൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ വണ്ടി ഓരോന്നോരോന്ന് ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഈ എക്സോസ്റ്റിൻ്റെ നോട്ട് ഇതൊക്കെ കേട്ട് വണ്ടി ഓടിക്കുക എന്ന് പറയുമ്പോൾ അത് ആ ഒരു സുഖം എനിക്ക് ഒരു ഇലക്ട്രിക് കാറിൽ ഇപ്പോൾ ഈ സൗണ്ടും ഇതൊന്നും ഇല്ലാതെ നമ്മളിപ്പോൾ ആക്സിലേറ്ററിലൊരു ഇങ്ങനെ ഒരു കാല് വെക്കുമ്പോൾ അതിനൊരു റിയാക്ഷൻ എന്നുള്ളൊരു സാധനത്തിൽ അപ്പാർട്ട് ഫ്രോം ദ പവർ സൗണ്ട് നമുക്ക് കേൾക്കുമല്ലോ. അതൊരു പ്രത്യേക സാധനമാണ്. അതെനിക്ക് ആ ഒരു ഫീഡ്ബാക്ക് ഈ ഇലക്ട്രിക് കാറിൽ എനിക്ക് കിട്ടാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എക്കണോമിക്കലി നോക്കുമ്പോൾ ഇപ്പം എല്ലാവരും ഒരു ഇക്ക പറഞ്ഞതുപോലെ ലൈക്ക് ഒരു ഒരു സ്ഥലം പോവാനൊരു ജസ്റ്റ് ഒരു ഇത് മാത്രം മതിയെന്നുണ്ടെങ്കിൽ അതെ അല്ല പ്രാക്ടിക്കലി ഇപ്പം ഡെയിലി യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പം രാവിലെ ടൗണിൽ ഇന്ന സ്ഥലത്തേക്ക് പോകുന്നത് ഒരു ഡെയിലി റൂട്ടീൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾക്ക് പെർഫെക്റ്റ് ആണ് ഇലക്ട്രിക് കാർ. എക്കണോമിക് പറഞ്ഞ പോലെ പക്ഷേ ഓരോരുത്തർക്കും ഓരോ ഐഡിയോളജി ഉണ്ടല്ലോ. ഇപ്പം ഈ ഇതിൽ പറയുമ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എൻ്റെ ഒരു മിനി കൂപ്പർ ഉണ്ട്. ഞാൻ ആദ്യം എടുത്തൊരു പെർഫോമൻസ് സൈഡിലേക്ക് വരുന്നൊരു കാർ എന്ന് പറയാൻ പറ്റുന്നത് അതാണ് എൻ്റെ പെർസ്പെക്റ്റീവിൽ. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെയാണ്. അതിൻ്റെ ഓഡിയോ സിസ്റ്റം ഇതുവരെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. കാര്യം എനിക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സോസ്റ്റ് ഓൺ ആക്കി ഇട്ടിട്ട് അതിൻ്റെ ചെറിയ പോപ്സ് കേൾക്കുക, ആ എക്സോസ്റ്റ് നോട്ട് കേൾക്കുക. പോക്കറ്റ് റോക്കറ്റ് എന്നാണല്ലോ മിനി കൂപ്പറിനെ പറയുന്നത്. അതിൻ്റെ അത്രയും ആസ്വദിക്കാൻ ഈ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ടൗണിലൊക്കെ അത് കൊണ്ടു നടക്കുന്നതിൻ്റെ ഒരു ഭംഗി ഭയങ്കര ഐ മീൻ ലൈക്ക് ഒരു സുഖം ഭയങ്കരമാണ്. അപ്പോൾ ഉള്ള കാർസിൽ ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് ഏതാണ് ഇപ്പോൾ കറന്റ്? ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നതെങ്കിൽ എപ്പോഴും സെൽഫ് ഡ്രൈവ് അധികവും മിനിയിലായിരിക്കും. കാര്യം ഈ പ്രത്യേകിച്ച് കൊച്ചിയിൽ ട്രാഫിക്കും പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യമൊക്കെ വെച്ചിട്ടും പിന്നെ ഈ പെർഫോമൻസ് ഇപ്പം ഞാൻ മിനിയായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ പോയേക്കുന്നത് ഹൈദരാബാദ് വരെയാണ് സിംഗിൾ ഡ്രൈവ്. ഞാൻ ഇവിടുന്ന് ബാംഗ്ലൂർ ഹൈദരാബാദ് വേണ്ടി ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തു പോയത്. അത് ഞാൻ ആ വണ്ടി ഡെലിവറി എടുത്ത സമയത്തായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ചൊരു ഡ്രൈവായിരുന്നു. ശരിക്കും നമ്മളൊരു ഗോ കാർട്ട് ഫീലിൽ ചെറിയ അതെ നമ്മൾ അന്ന് ആ സമയത്ത് കോയമ്പത്തൂർ കയറി കഴിഞ്ഞാൽ പിന്നെ നല്ല ബ്യൂട്ടിഫുൾ റോഡായിരുന്നു. അത് ഞാൻ ശരിക്കും ആസ്വദിച്ചിട്ടുണ്ട്. സർക്കിട്ടിന് എനിക്ക് കുറേ ഫാക്ടേഴ്സ് ഇതിൻ്റെ അകത്ത് ഞാൻ എടുത്ത് പറയണം. കാര്യം എനിക്ക് ഇതിൻ്റെ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം ഇതിൻ്റെ മ്യൂസിക് ചെയ്യുന്ന ഗോവിന്ദ് വസന്ത. ഗോവിന്ദിൻ്റെ ഇപ്പോൾ 96 ആണെങ്കിലും മെയ്യഴകനാണെങ്കിലും നമ്മൾ തമിഴിൽ ഇദ്ദേഹത്തിനെ പറ്റിയിട്ട് ആളുകൾ പറയും ആ പാട്ട് കേട്ടിട്ട് നമുക്ക് പല സമയത്തും ഇപ്പം ഈ മെയ്യഴകനിൽ പാട്ടുണ്ടല്ലോ യാരോ ഈവൻ, ആ പാട്ട് കമലഹാസനെ കൊണ്ട് പാടിച്ച് അത് ഓരോ പ്രാവശ്യം ആ സിനിമയിൽ വരുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ആ സാധനമുണ്ട്. അപ്പോൾ അതൊക്കെ ജഡ്ജ് ചെയ്യാൻ കറക്റ്റാണ് ഗോവിന്ദ്. അപ്പം ഞാൻ ഗോവിന്ദിൻ്റെ ഭയങ്കര ഫാനായിരുന്നു. അപ്പം ഞാൻ ഗോവിന്ദിൻ്റെ മ്യൂസിക് സെക്ഷനിൽ ഇന്നായി കഴിഞ്ഞ് നമ്മൾ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഈ കുഞ്ഞു മ്യൂസിക് ബിറ്റ്സ് ഗോവിന്ദ് ചെയ്തിട്ട് അയച്ചു തരും. ഇപ്പോൾ ഇന്ന സിറ്റുവേഷനിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഓൾമോസ്റ്റ് ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞൊരു ഐഡിയയിൽ. അപ്പോൾ അത് അയച്ചു തരുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ധൈര്യം വരും. കാരണം നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ സ്കെയിലൊരു 100ൽ നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു 60 ചെയ്ത് കഴിഞ്ഞാലും 40
ഇദ്ദേഹം ഫില്ല് ചെയ്ത് തരും. ഓരോ സീനിന് അനുസരിച്ചുള്ള നമുക്കുള്ളൊരു ബാക്കപ്പ് ഗോവിന്ദിന്റെ അടിപൊളിയാണ്. പിന്നെ ഇതിലിറങ്ങിയ പാട്ടുകൾ ഇപ്പോൾ 3 പാട്ടുകൾ റിലീസ് ചെയ്തിട്ടുണ്ട്. 3 പാട്ടുകളും സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ധൈര്യം ഈ സിനിമ, കാര്യം ഇതിൻ്റെ അകത്തൊരു ഇമോഷണൽ ട്രാവൽ ഉണ്ട്. ഈ സർക്കിട്ട് എന്ന് പറയുമ്പോൾ അഗെയിൻ ഞങ്ങൾ നടത്തുന്ന യാത്ര മാത്രമല്ല, ഇതിൻ്റെ അകത്തുണ്ടാകുന്ന ഒരു ഇമോഷണൽ ട്രാവലും കൂടെയാണ് ഇതിൻ്റെ സർക്കിട്ട് എന്ന് മീൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ജപ്പു എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ആ കുട്ടി ഞാൻ പറഞ്ഞില്ലേ, അപ്പം നമ്മൾ ഈ സിനിമ ചെയ്യുന്ന സമയത്ത് ഇവന് ഈ ക്യാരക്ടറിന് ADHD ഉണ്ട്. ഇവൻ ഭയങ്കര പ്രശ്നക്കാരനാണ്. ഇവനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ, ഇവനെ ബർത്ത്ഡേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടുത്തെ കുട്ടിയുടെ കേക്ക് തട്ടിക്കളയുന്നതാണ് ആ ഷോട്ടിൽ ആദ്യം കാണുന്നത്, ട്രെയിലറിൽ കാണുന്നത്. പിന്നെ ഇവൻ കാർട്ടൂൺ കണ്ടിട്ട് ഈ മുട്ടക്കകത്ത് ബേർഡ് വരുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഫുൾ പാക്കറ്റ് മുട്ട ഇവൻ വലിച്ച് പുറത്തേക്ക് എറിഞ്ഞ് പൊട്ടിച്ചു നോക്കും. സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടും പൊട്ടിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് താമർ ഒരാളെ വേണമല്ലോ. നമുക്കിത് എഴുതി വെക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇങ്ങനെയൊക്കെയാണ് ഇവൻ്റെ സ്വഭാവം, ഇതൊക്കെ കൊണ്ട് ഈ പാരൻസിന് ഇങ്ങനെ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞ് എഴുതിയെല്ലാം വെച്ചു. പക്ഷേ ഇത് പെർഫോം ചെയ്യാൻ ഒരാളെ വേണം. അപ്പോൾ ഇതിൻ്റെ കുഴപ്പം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ADHD ഉള്ള ഒരു കുട്ടിയെ കൊണ്ട് അഭിനയിപ്പിക്കാൻ പറ്റില്ല, ഒറിജിനൽ കണ്ടീഷൻ ഉള്ള ഒരു കുട്ടിയെ കൊണ്ട്. കാര്യം അവനെ ഇരുത്തി ചെയ്യിപ്പിക്കാൻ പറ്റില്ല, പറഞ്ഞ് കൺട്രോൾ ചെയ്യിക്കാൻ പറ്റില്ല. അവൻ്റെ എനർജി അത്രയും പ്രശ്നമായിരിക്കും. പിന്നെ 7 വയസ്സുള്ള ഒരു കുട്ടിയെ കൊണ്ട് ADHD അഭിനയിപ്പിക്കാനും പണിയാണ് അല്ലേ? നമ്മൾ എങ്ങനെ അഭിനയിപ്പിക്കും ഇവനെ കൊണ്ട്? അമ്മേ എനിക്ക് അങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ള കുട്ടികൾ അഭിനയിക്കുന്നത്. പക്ഷെ ഈ ഒരു കണ്ടീഷൻ, ഇത്രയും ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയെ അഭിനയിച്ച് കാണിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര. അപ്പൊ അങ്ങനെ ഒരു 750 പേരെ ഇവൻ ഓഡിഷൻ ചെയ്തു. 750 കുട്ടികളെ പേഴ്സണലി തമർ ഓഡിഷൻ ചെയ്തു. അതായത് ഒരു സമയത്ത് ഞങ്ങളുടെ വാട്സാപ്പ് ചാറ്റ് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ പിള്ളേരെ പിടുത്തക്കാരാന്ന് കേരളത്തിൽ അങ്ങോളമുള്ള ആ വയസ്സിലുള്ള കുട്ടികളുടെ ഒരുമാതിരി എല്ലാവരെയും നമ്മൾ കണ്ടെന്ന് പറഞ്ഞു. അത് നമ്മൾ ആദ്യം ഇതിന്റെ ഓഡിഷൻ പോസ്റ്റേഴ്സ് ഇട്ടു. അങ്ങനെ താല്പര്യമുള്ള കുറെ പേര് വന്നു. നമുക്ക് റിയാലിറ്റി ഷോസിൽ പോകുന്ന കുറെ കുട്ടികൾ വന്നു. അല്ലാതെ ഇൻസ്റ്റഗ്രാം സെലിബ്രിറ്റീസ് ആയിട്ടുള്ള കുട്ടികളെ അന്വേഷിച്ച് നമ്മൾ അങ്ങനെ ഈ ടിക്ടോക്കേഴ്സ്, ദുബായിൽ നിന്നാണ് ആദ്യം ഓഡിഷൻ തുടങ്ങിയത്. ടിക്ടോക്കേഴ്സിനെ കുറേ പേരെ കണ്ട് അങ്ങനെ സോർട്ട് ചെയ്ത് വന്നപ്പോഴാണ് ഇവൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് കാണുന്നത്, ഓർഹാൻ്റെ. അങ്ങനെ ഇൻസ്റ്റാഗ്രാം പേജ് കണ്ട് ഇവന് ഓഡിഷൻ അയച്ചിട്ടുണ്ടായിരുന്നു. ഇവനായിട്ട് സംസാരിച്ചപ്പോൾ നമുക്ക് ഓക്കെ. കാര്യം ഇവനൊരു ഹൈപ്പർ ആക്റ്റീവ് കിഡ് ആണ്. പക്ഷെ ഇവൻ്റെ ഭയങ്കര എന്താ പറയുക, മെച്ചുവേർഡ് ആണ് ഇവനെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇവൻ്റെ പാരൻസിനാണ് അതിൻ്റെ എല്ലാ ക്രെഡിറ്റ്. ഞാൻ എല്ലാ ഇൻ്റർവ്യൂസിലും ഞാൻ അവരെ പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. കാര്യം ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ മതിലിൻ്റെ മേളിൽ നിന്ന് ചാടി താഴെ എത്തിയ ആദ്യം അടിയല്ലേ കിട്ടണേ. എങ്ങനെ സേഫായിട്ട് ചാടാം എന്നാണ് ഇവനെ പഠിപ്പിച്ചു കൊടുത്തത്. അപ്പം ഇവനത് കറക്റ്റായിട്ട് മനസ്സിലാക്കി ഇവൻ്റെതായ കുറേ സ്പോർട്സും കുറേ അഡ്വഞ്ചേഴ്സും ഒക്കെ ഇവൻ ഡെവലപ്പ് ചെയ്ത് ഇവൻ ഭയങ്കര രസമാണ് ഇവൻ. അപ്പോൾ ഇവനെ കറക്റ്റായിട്ട് കൊണ്ടുവന്ന് ഈ താമർ ഈ ഫിലിമിലേക്ക് പ്ലേസ് ചെയ്ത്. അപ്പം നമ്മളൊരു കുട്ടി 8 വയസ്സുള്ള ഒരു കുട്ടിയെ കൊണ്ട് ഒരു ഫിലിം ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മനസ്സിൽ കണ്ടിട്ടാണ് പോയത്. എത്ര പേഷ്യൻസ് കൊണ്ടുപോകാം അത്രയും കൊണ്ടാണ് ഞാൻ പോയത്. പക്ഷെ ഒന്നും ആവശ്യം വന്നില്ല. ഭയങ്കര സ്മാർട്ടായിരുന്നു അവൻ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി അത് കണ്ട്. ഭയങ്കര സിംഗമായി. പിന്നെ നമുക്ക് ഭയങ്കര പ്രൊഫഷണലാണ് ഇവൻ കണ്ടിന്യൂറ്റി നോക്കും. ഇവൻ പറയും ഇവന് അയ്യോ അവിടെ ആ ചെരുപ്പ് അവിടെ അല്ല ഇവിടെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ എല്ലാം അറിയാം. ഇവന് ഭയങ്കര എൻതൂസിയാസമാണ് ഇവന് മനസ്സിലാക്കാൻ കാര്യങ്ങൾ. പിന്നെ അവൻ്റെ അടുത്ത് നമ്മൾ ഇൻഹിബിഷൻസ് ഇല്ല. ഇവനോട് നമ്മൾ പാട്ട് പാടാൻ പറഞ്ഞാൽ ഇവൻ പാട്ട് പാടും, ഡാൻസ് ചെയ്യാൻ പറഞ്ഞാൽ ഇവൻ ഡാൻസ് ചെയ്യും. അങ്ങനത്തെ എക്സ്പോഷറും അതായിരിക്കുമല്ലോ അവർക്ക് കിട്ടുന്നത്. അടിപൊളി. ട്രെയിലർ കണ്ടപ്പോഴാണെങ്കിലും ഇപ്പം ആസിഫിക്കയുടെ ക്യാരക്ടറിനെ അതിനകത്ത് കാണിക്കണത് ഇപ്പോൾ ജോബൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കണ ഒരാൾ, നമുക്കത് ഈ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഭയങ്കരമായിട്ട്. അതായത് ശരിക്കും എനിക്ക് നിങ്ങളെപ്പോലത്തെ എല്ലാവരും ഇങ്ങനത്തെ ഈ കുറച്ച് ഈ ജീവനുള്ള ക്യാരക്ടേഴ്സ്, ഈ സാധാരണക്കാരായിട്ട് അത് എപ്പോഴും സിനിമ ആക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഇത്രയും നാൾ വന്നിരുന്ന ഒരു ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ മറ്റേ എല്ലാവരും മറ്റേ വില്ലൻ അടിച്ചിടുന്നു, ആ ഒരു സെറ്റപ്പിന് അപ്പുറത്തോട്ട് നിങ്ങളെയൊക്കെ ഇങ്ങനത്തെ ഫിലിംസിൽ കാണാൻ ഞങ്ങൾക്ക് ഭയങ്കര, സത്യം പറയല്ല അത് എൻ്റെ ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു ഇതാണൊക്കെ. നിങ്ങളെയൊക്കെ ഇങ്ങനത്തെ കുറച്ച് എന്താ പറയാ റിയലിസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിൽ കാണാൻ എന്തായാലും ജീവനുള്ള ക്യാരക്ടേഴ്സ് കാണാൻ ഭയങ്കര. അത് പ്രത്യേകിച്ച് സർക്കിട്ടിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് എന്താ ഇപ്പം നാട്ടിലെ ആളുകൾക്കൊക്കെ ദുബായിലാന്ന് പറയുമ്പോൾ എന്താ വിചാരം,
അവിടെ വേറെ പരിപാടി എന്നുള്ളതാണ്. പക്ഷെ ഹബീബി കം ടു ദുബായ് സ്റ്റാറ്റസ് ഒക്കെ ഇടും. പിറ്റേന്ന് പട്ടിണിയാ. അതാ നമ്മൾ ഇതിന്റെ റിയാലിറ്റി കാണുന്നത് അവിടെ പോകുമ്പോഴാണ്. ഇപ്പൊ എന്റെ ക്യാരക്ടർ ആമിർ എന്ന് പറഞ്ഞ ക്യാരക്ടർ, ഇയാള് 3ാമത്തെ വിസയിൽ അവിടെ പോയിട്ട് ജോലി അന്വേഷിക്കുന്ന ഒരാളാണ്. അയാളുടെ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് താമസിക്കാൻ മറ്റേ ബാച്ചിലർ റൂംസ് ആണ്. അപ്പൊ ഇയാൾക്ക് ഒരു നിവൃത്തിയില്ല, പൈസ ഉണ്ടാക്കണം, ജോലി വേണം, സർവൈവൽ ആണ് പ്രശ്നം എന്നൊക്കെ പറയുമ്പോൾ മറ്റേ പരിപാടി ഉണ്ടല്ലോ, ഈ വിസിറ്റിംഗ് കാർഡ് ഇടാൻ പോകുന്നു. മറ്റേ തറയില് ഇതൊന്നും അറിയത്തില്ലല്ലേ? പോകാത്തോണ്ട് ഇവന് അറിയത്തില്ല കേട്ടോ. നമ്മള് ദുബായിലൊക്കെ ചെല്ലുമ്പോ തറയിൽ ഇങ്ങനെ കുറെ നമ്മളിങ്ങനെ പോകുമ്പോ പല വിസിറ്റിംഗ് കാർഡ്സ് കാണാം. ഇങ്ങനെ താഴെ കിടക്കും. സ്പാ, മസാജ്. ഇതിന്റെ ഒരു ഏറ്റവും വലിയ ഡാർക്ക് സൈഡ് എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള നമുക്കൊക്കെ അറിയാവുന്ന പല ആളുകളുടെയും ഫോട്ടോ വെച്ചിട്ടാണ് ഈ വിസിറ്റിംഗ് കാർഡ്സ് ഇടുന്നത്. മലയാളം ഉണ്ട്, തമിഴുണ്ട്, എല്ലാം ഇങ്ങനെ ഇവരുടെ ഫോട്ടോ നമ്മുടെ ഫോട്ടോ വെച്ചിട്ട് ഈ പറയണ പോലെ നമ്പർ കൊടുത്തിട്ട് മസാജ് അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ. നിങ്ങൾ ഈ ദുബായ് കഥ പറയുമ്പോ ഞാൻ ഇങ്ങനെ ദുബായ് പോയിട്ടില്ലല്ലോ. ഇതിന്റെ 50th എപ്പിസോഡിൽ നിന്നെ ഒന്ന് ബൈക്കുണ്ടോ? 50ാമത്തെ എപ്പിസോഡ് വരെ നീ ഇത് എത്തിച്ചാൽ ഉറപ്പായിട്ട് പൊള്ളിക്കും നമ്മള്. അതിന്റെ ക്രെഡിറ്റ് എനിക്കാണ്. അപ്പൊ അവിടെ ഈ ഇങ്ങനെയുള്ള സ്പാ, ഇങ്ങനെയുള്ള മാർക്കറ്റിംഗ്, ഈ കാർഡ് ഇടാൻ പോക്ക് എല്ലാം ഇല്ലീഗലാണ്. പക്ഷെ ഇത് സർവൈവലിന് വേണ്ടി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതായത് 100 ദിർഹംസ് ആണ് ഇതിന് ഒരു ദിവസം ചെയ്താൽ കിട്ടുക. അപ്പൊ അതിനു വേണ്ടി അതുവരെ ചെയ്യാൻ റെഡി ആയിട്ടാണ് ആമിർ നിൽക്കുന്നത്. അപ്പൊ ഞാനിത് എൻ്റെ അടുത്ത് താമര ഇതിന്റെ സ്ക്രിപ്റ്റ് പറയുമ്പോൾ ഞാൻ എടാ ഇങ്ങനെയൊക്കെ എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഈ അതായത് മറ്റേ ദുബായ്ക്കാരൻ, ഗൾഫുകാരൻ എന്നുള്ള പേരും ഉണ്ട്. എന്താണ് അവിടെ നടക്കണതെന്ന് പടച്ചോനറിയാം എന്ന് പറഞ്ഞ ഫീലാണ്. വേറെ മെയിൻ കാര്യം എന്താ പറയുക, നമ്മുടെ ഞങ്ങൾ മോസ്റ്റ്ലി ലേറ്റ് നൈറ്റ് ലൈവ് സ്ട്രീംസ് ചെയ്യുന്നവരാണ്. അപ്പൊ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഈ അതർ ദാൻ ഈ വ്ളോഗേഴ്സ് ഞങ്ങൾ കുറച്ചുകൂടി ഇൻട്രാക്റ്റീവ് ആണ് ഈ ഓഡിയൻസുമായിട്ട്. അതായത് ഇവർ ലൈവായിട്ട് കമന്റ് ഇടും. നമ്മളിപ്പോൾ പേര് പറഞ്ഞ് ഇപ്പം പെട്ടെന്ന് ഇപ്പം ഇവൻ വന്ന് കമന്റ് ഇടുവാണെങ്കിൽ ദേവദത്തെ ഹായ് എന്ന് നമ്മളിങ്ങനെ പേരെടുത്ത് പറയുമ്പോൾ അവർക്കൊരു സന്തോഷം. അപ്പോൾ ഞങ്ങളിങ്ങനെ ഭയങ്കര ഇൻട്രാക്റ്റീവ് ആയിട്ട് സ്ട്രീം ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം 7-8 മണിക്കൂറൊക്കെ സ്ട്രീം ചെയ്യണം നോർമലി. ഞാൻ രാത്രിയിൽ ഇപ്പോൾ ഒരു 9-10 മണിക്ക് ഞാൻ സ്ട്രീം തുടങ്ങിയാൽ ഞാൻ നിർത്തുന്നത് വെളുപ്പിന് 4 മണിക്കും ഒരു 3 മണിക്കും. ഇങ്ങനെ നേരെ തിരിച്ചാ ഞങ്ങൾ നേരെ പകലുറക്കം, രാത്രിയിൽ ജീവിതം, വിറ്റാമിൻ ഡിയുടെ ഇതെടുക്കുക. അതാണ് ഇവിടുത്തെ ജീവിതം. എനിക്ക് വെയിലുള്ളതുകൊണ്ട് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട്. അപ്പം ബൂസ്റ്റേഴ്സ് കഴിക്കുക, പകൽ വെയിൽ കൊള്ളാൻ പറ്റുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മെയിനായിട്ട് എനിക്ക് ഞങ്ങളുടെ ചാനലിൽ നിന്നുള്ള ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പ്രവാസികളാണ്. അതായത് പ്രവാസി ചേട്ടന്മാർ ഒരുപാട് പേരുണ്ട്. എനിക്ക് ഔട്ട്സൈഡ് ഇന്ത്യ ഏറ്റവും കൂടുതൽ എനിക്ക് വ്യൂവർഷിപ്പ് വരുന്നത് UAE എന്നാണ്. അപ്പോൾ നമുക്ക് ഈ സ്റ്റാറ്റിക്സിൽ കാണിക്കുമല്ലോ. അപ്പോൾ ഈ ട്രെയിലർ കണ്ടപ്പോഴും ഞാൻ അന്നേരം അത് ഓർത്തത്. കാരണം ഞങ്ങൾക്ക് കുറേ ഫീഡ്ബാക്ക് വരും. ഇതുപോലെ ജോലി തിരക്കി പോയ സമയത്ത് ഞങ്ങൾ ഭയങ്കര മൈൻഡ് ഫക്ക് ആയിട്ടിരുന്ന സമയത്തൊക്കെ നിങ്ങളുടെ ലൈവ് ഞങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഫീഡ്ബാക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് ഒന്നത് കാര്യം ഞങ്ങൾക്കത് കേൾക്കുന്നത് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ചില ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ ജോലിയൊക്കെ ഇങ്ങനെ തിരക്കിപ്പോയി അവിടെ പോയിട്ട് കുറേ നാളിങ്ങനെ നിന്ന് കണ്ടുപിടിച്ചിട്ട് ഒരു ജോലിയൊക്കെ കിട്ടുമ്പം ശമ്പളം കിട്ടുന്ന സമയത്ത് ട്രീറ്റ് ആയിട്ട് നമുക്കിങ്ങനെ ഓരോ സാധനങ്ങൾ വാങ്ങിയൊക്കെ അയക്കും. അപ്പോൾ അത് ഞങ്ങൾക്ക് മെയിനായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇക്കയുടെ ഈ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഞാനിത് പറയണമെന്ന് വിചാരിച്ചതാണ്. ഞങ്ങൾ നമ്മുടെ ഒരു ഓഡിയൻസ് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അങ്ങനെ ഉണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും അവർക്കും ഈ ഒരു ട്രെയിലറും ഇക്കയുടെ പുതിയ ക്യാരക്ടറൊക്കെ കാണുമ്പോൾ എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും. ശരിക്കും മലയാള സിനിമയുടെ ഒരു മേജർ മാർക്കറ്റ് ഇപ്പോൾ ഓൾമോസ്റ്റ് കേരളം പോലെ തന്നെയായി മാറിയിട്ടുണ്ട്. UAE-യും എല്ലാ രീതിയിലും. അപ്പോൾ അവിടെ നമ്മൾ ഈ ലാൽ സാറിൻ്റെ ഒരു മേജർ റിലീസിന് ഇതുപോലെ റോഡ് മുഴുവൻ ബ്ലോക്കായിട്ട് അറബി വണ്ടി നിർത്തി ചോദിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. അതൊക്കെ ആക്ച്വലി അവിടെ സംഭവിക്കുന്നതായിരിക്കും കേട്ടോ. വേറൊരു കാര്യം പറഞ്ഞേക്കാൻ നമ്മളിപ്പോൾ എന്താ പറയുക, ഈ ദുബായിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അല്ല നമ്മളിപ്പോൾ നോർമലി ഈ ഓരോ പർട്ടിക്കുലർ ഏരിയാസ് ഉണ്ടല്ലോ, അവിടെയൊക്കെ ചെന്നിട്ട് നമ്മൾ ബുദ്ധിമുട്ടി ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോഴേ മലയാളിയാണ് അത് പറയുമ്പോഴേ നമ്മുടെ എഫേർട്ട് നമ്മൾ ഒരുമാതിരി ചമ്മിപ്പോണത് പോലെ ആവണുണ്ട്. ഞാനത് എനിക്കിത് കുറേ വട്ടം കിട്ടിയിട്ടുണ്ട്. ഞാൻ മറ്റേ ബുദ്ധിമുട്ടിയൊക്കെ ഇങ്ങനെ ഇംഗ്ലീഷ് പറഞ്ഞു തരുമ്പോൾ മലയാളിയല്ല നീ മലയാളത്തിൽ പറഞ്ഞ ആറ്റിറ്റ്യൂഡിൽ അങ്ങ് പറയാം. അങ്ങനെ നീ മറ്റേ നമ്മളെ കളിയാക്കണ രീതിയിൽ മലയാളിയല്ലേ നീ മലയാളത്തിൽ പറ, നീ ബുദ്ധിമുട്ടുന്നത് എന്തിനാ. നമ്മളിപ്പോ പുള്ളി അല്ലെങ്കിൽ ചില ആൾക്കാർ പറയും, ചില ആൾക്കാർ മൊത്തം ബുദ്ധിമുട്ടിച്ച് കഴിഞ്ഞിട്ടേ പറയുള്ളൂ ഏറ്റവും അവസാനം മലയാളിയാണെന്ന്. അങ്ങനെ ഒരു സ്കീമുണ്ട്, സത്യമാണ്. ഞങ്ങൾ ആദ്യം പോഡ്കാസ്റ്റ് തുടങ്ങിയപ്പോൾ നമ്മൾ കുറച്ച് ഫോർമാലിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് ഹായ് ഗായ്സ് സാധനം പിടിച്ചപ്പോഴേ തന്നെ
കമന്റിൽ ഫീഡ്ബാക്ക് വരുന്നത് ബ്രോ അത് ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. അതിന്റെ ആവശ്യമില്ല, ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേന് തന്നെ നമ്മൾ തന്നെ ഇരുന്ന് നമ്മളായിട്ടൊരു ഇങ്ങനെ രീതിയിൽ ചെയ്യാമെന്നുള്ളത്. കാരണം ഇവിടെ പോഡ്കാസ്റ്റ് ചെയ്യുന്നവരും ഈ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ കേരളത്തിൽ പോഡ്കാസ്റ്റ് അത്യാവശ്യം നല്ല പോഡ്കാസ്റ്റുകളൊക്കെ ചെയ്യുന്നവരൊക്കെ മറ്റേ സീരിയസ് മാറ്റർ ഒക്കെ എടുത്ത് മറ്റേ ആധികാരികമായി സംസാരിക്കും. സീരിയസ് ബീജം ഇട്ടിട്ട് ഏലിയൻ വന്നു എന്നെ പിടിച്ചോണ്ടുപോയി. അത് മലയാളത്തിൽ തുടങ്ങിയിട്ടുണ്ട്. കുറെ പോഡ്കാസ്റ്റുകളുണ്ട്. ഞാൻ പണ്ട് ഇതിന്റെ ഭയങ്കര വിക്ടിമായിരുന്നു. ഞാൻ ഈ സ്ഥിരമായിട്ട് ഇരുന്നിട്ട് കാര്യം നമുക്കൊരു എല്ലാവർക്കും ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ. ആദ്യം UFO വരും ലൈഫില്, പിന്നെ പിരമിഡ് വരും. അപ്പൊ ഈ എക്സ്ട്രാ ടെലിവിഷൻ ആക്ടിവിറ്റീസ് ഒക്കെ ഭയങ്കര. അപ്പൊ ഇതുപോലെ പഴയ പോഡ്കാസ്റ്റ് ഒക്കെ കണ്ടിട്ട് ഇവരുടെ കുറെ ആ സാധനത്തിൽ കേട്ട് ഞാനും കുറെ ഒക്കെ വിശ്വസിച്ചിരുന്നുണ്ട്. ഇപ്പോഴത്തെ ഇപ്പൊ പോഡ്കാസ്റ്റിൽ ഇങ്ങനത്തെ കുറെ പോഡ്കാസ്റ്റിൽ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് വരും. അപ്പൊ നമുക്കും നമ്മൾ വിചാരിക്കണത് നമ്മൾ ഇങ്ങനത്തെ ഒരു സാധനം ചെയ്താൽ ഇവർ പോഡ്കാസ്റ്റ് അങ്ങനെയാണല്ലോ ചെയ്യുന്നത്, നമ്മളും അപ്പം അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ച് ഞങ്ങൾ ആ ടോൺ പിടിച്ചപ്പോഴാണ് ആൾക്കാർ നമ്മുടെ ഇത് ഓപ്പൺ അപ്പ് ആയിട്ട് പറഞ്ഞു തുടങ്ങി, അത് വേണ്ട, നമുക്ക് ഇങ്ങനത്തെ ഒരു ഫ്രണ്ട്ലി കോൺവെർസേഷൻ മതി എന്നുള്ളൊരു രീതിയിൽ. അങ്ങനെ ഫ്രണ്ട്സ് എല്ലാവരും എങ്ങനെ കൂടുന്നു അതുപോലെ അതാണ് ഞങ്ങളുടെ ആദ്യത്തെ ഗസ്റ്റ് എപ്പിസോഡ് സായിപ്പ് ആയിരുന്നു. സായിപ്പിനെ അറിയോ? സായിപ്പിന്റെ എപ്പിസോഡിന്റെ ട്രെയിലർ എന്തൊരു അപ്പൊ സായിപ്പും അതിനായിരുന്നു ഞങ്ങൾ ആദ്യമായിട്ടൊരു ഗസ്റ്റ് എന്നുള്ള രീതിയിൽ വിളിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഈ പറയണത് പോലെ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെയൊക്കെ കുറച്ച് എക്സ്പോഷർ ഉള്ളവരെ ഇല്ലാത്തവരൊക്കെ കൊണ്ടുവരുന്നതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് എക്സ്പോഷർ നിൽക്കുക വരുന്നത്. അല്ല, ഈ സോഷ്യൽ മീഡിയ എക്സ്പോഷർ നമുക്ക് ഒരിക്കലും അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. ഭയങ്കര. ഇപ്പൊ ഞാൻ ഈ ജപ്പുവിന്റെ കാര്യം പറഞ്ഞില്ലേ, ജപ്പുന് ഈ ഒർഹാന് അഭിനയിക്കാൻ വരുന്ന സമയത്ത് ഇവന് ക്യാമറ എന്നുള്ളത് എനിക്ക് ആദ്യം വരുമ്പോൾ ക്യാമറ ഫിയർ ഉണ്ടായിരുന്നു, ആളുകൾ നോക്കി നിൽക്കുന്നതിന്റെ പേടിയുണ്ടായിരുന്നു. പക്ഷെ ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം അതൊരു എന്ത് വലിയ പ്ലാറ്റ്ഫോമാണ്. ഇപ്പൊ നമ്മളെ തന്നെ അറിയാം, എത്രയോ സിനിമകളിൽ വരുന്ന ഇൻഫ്ലുവൻസേഴ്സ് അല്ലേ, അവരൊക്കെ എന്ത് രസമായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. അതിന്റെ ഒരു ഏറ്റവും വലിയ റീസൺ ഇവർക്ക് ആർക്കും ക്യാമറ ഫിയർ ഇല്ല. ഇവർക്ക് ആർക്കും എന്നെ പറ്റി എന്ത് വിചാരിക്കും എന്നുള്ള തോന്നലേ ഇല്ല. അത് ഭയങ്കര നല്ലത്. ഇപ്പൊ എനിക്ക് ഒരു പരിധി വരെ ഞാൻ വീട്ടില് കുട്ടികളെ പറ്റിയിട്ട് നമ്മൾ പറയും സ്ക്രീൻ ടൈമിംഗ് ലിമിറ്റ് ചെയ്യണം എന്ന് പറയും. അതൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. എങ്ങനെ, എന്തിന് എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. കാര്യം ഇവർ കാണുന്നതും ഇവർക്ക് കിട്ടുന്നതുമായിട്ടുള്ള ഇൻഫർമേഷൻസും എക്സ്പോഷറും അൺബിലീവബിൾ ആണ്. ആ ചെറിയ ഏജിൽ അവർ സംസാരിക്കുന്ന കാര്യങ്ങളും മനസ്സിലാക്കുന്ന കാര്യങ്ങളും അപ്പൊ അതെങ്ങനെ റെസ്ട്രിക്റ്റ് അവർ ചെയ്യുന്ന കണ്ടന്റിനെ വേണേൽ നമുക്ക് ഇത് കാണരുത്, ഇത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് കണ്ടാൽ മതി എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ ഇവരോട് കാണുകയോ ചെയ്യരുതെന്ന് പറയാൻ പറ്റില്ല. ആരും ലാംഗ്വേജസ് പഠിക്കുന്ന കുട്ടികളുണ്ട്. ഇപ്പൊ പെപ്പ പിഗ് കണ്ടു കഴിഞ്ഞിട്ട് ബ്രിട്ടീഷ് ആക്സെന്റിൽ സംസാരിക്കുന്ന എത്ര പിള്ളേർ അല്ലേ. നമ്മൾ ഇപ്പൊ ഒരു കുട്ടിയെടുത്ത് പോയിട്ട് ഹൗ ആർ യു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് അല്ല, എന്ത് രസമായിട്ട് പിള്ളേർ ആക്സെന്റ് ചെയ്യുന്നതും ആ എക്സ്പോഷറും ഓൺലൈനിൽ അത് അടിപൊളിയാണ്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അപ്പം ഈ സോഷ്യൽ മീഡിയ ഈ റീൽസ് ഇതിന്റെയൊക്കെ ഇൻഫ്ലുവൻസിൽ ഇപ്പം കുറെ പഴയ പാട്ടുകളൊക്കെ ആൾക്കാർ ഹിറ്റാക്കി കൊണ്ടുവരുന്നുണ്ട്. അതായത് നമ്മൾ ഒരു ടൈമിൽ കേട്ടിട്ടുണ്ടാവും, മറന്നു പോയിട്ടുള്ള പാട്ടുകളായിരിക്കും. പക്ഷെ അത് ഇപ്പം റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കാൻ തോന്നുന്നത് ഈ ഒരു റീൽസിൻ്റെ ഒക്കെ ഇമ്പാക്റ്റിൽ അങ്ങനെ കുറേ പാട്ടുകൾ ട്രെൻഡിങ് ആയി. ഈ കുറേ മറ്റേ ഭക്തിഗാനങ്ങളായിക്കോട്ടെ എല്ലാം. ഇപ്പോൾ പിള്ളേർ മറ്റേ റീൽസ് ഒക്കെ ചെയ്യണത് മറ്റേ ഭക്തിഗാനത്തിലൊക്കെയാണ് ഇപ്പോൾ റീൽസ് ഒക്കെ ചെയ്യണം. അപ്പം അങ്ങനെ അത് എന്താ ഐഡിയ ആണ്, എഡിറ്റ് സെൻസ് ഒക്കെ നെക്സ്റ്റ് ലെവലാണ്. ആദ്യം ഇത് എങ്ങനെ യുണീക്ക് ആക്കാം എന്നുള്ളതാണ് ആളുകളുടെ പ്ലാൻ. നേരത്തെ എന്ന് പറയുമ്പോൾ ഈ പറയണത് പോലെ മറ്റേ നമ്മുടെ എഡിറ്റിംഗ് സ്കില്ലായിക്കോട്ടെ, ഇപ്പം പാടാനുള്ള കഴിവായിക്കോട്ടെ, ഇതെല്ലാം നമുക്ക് ഷോക്കേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അല്ല, ഒന്നെങ്കിൽ സിനിമയിലൊക്കെ വരണം, അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമോ അല്ലെങ്കിൽ സ്റ്റാർ സിംഗർ, ഇതിലൊക്കെ വന്നാലേ അല്ലല്ലോ. ഇപ്പം പിള്ളേർക്ക് അങ്ങനെയല്ല. ഒരാൾ എവിടെ ഒരു വീട്ടിൽ നിന്ന് റെക്കോർഡ് ചെയ്തിട്ടാൽ അതൊരു 4 പേര് കാണുമ്പോൾ തന്നെ ആൾക്കൊരു ഇപ്പം റീൽസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചെറിയ പ്രൊഫൈലൊക്കെ ഉള്ളവർക്കാണെങ്കിലും ഒരു സിംഗിൾ വീഡിയോ കയറാൻ വലിയ പാടൊന്നുമില്ല. ലൈക്ക് അത് ഈ റെക്കമെൻഡേഷൻ ഇങ്ങനെ കയറി പൊക്കോണ്ടേ ഇരിക്കും. ഞാനൊരു പുഷ് കൊടുക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും വലിയൊരു അഡ്വാൻറ്റേജ് ആണത്. അത് ഈ പറയണ ഈ സോഷ്യൽ മീഡിയ ഒരു വലിയ ഇമ്പാക്റ്റാണ് ഇപ്പം ഉണ്ടാക്കിയേക്കണേ. അതിൻ്റെ ഒരു സൈഡിലൊരു ഞങ്ങളൊരു ഫീൽഡ് ഞങ്ങളിപ്പോൾ പുള്ളി ചെയ്ത് കൊണ്ടുവരുന്ന ഈ ഗെയിമിംഗ് എന്ന് പറയുന്ന ഒരു സാധനം ഞങ്ങളിങ്ങനെ പുള്ളി ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ കുറേ പേരുണ്ട്, സായിപ്പ്, ഞാൻ, അങ്ങനെ കുറേ പേരുണ്ട് സ്ട്രീം ചെയ്യണ കുറച്ച് ആൾക്കാർ കുറേ പേരുണ്ട്. നമ്മളതിങ്ങനെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ
ഞങ്ങൾ അല്ല നമ്മുടെ ടാലന്റ് കാണിക്കാൻ വേറൊരാളുടെ സഹായം വേണ്ട എന്നുള്ളത് തന്നെയാണ് അതിന്റെ സത്യം പറഞ്ഞ എത്രയോ ആളുകൾ നമ്മൾ കാണുന്നതാണ് ഈ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് വന്ന് ഇവര് സിനിമയിലേക്ക് വരുന്നതും. ഇപ്പൊ പല സമയത്ത് ഇപ്പൊ ഞാൻ ഈ മാഷപ്പ് വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്ന ആളുകളെ കൊണ്ടുവന്ന് നമ്മൾ ഫിലിം പ്രൊമോസ് കട്ട് ചെയ്യുന്നുണ്ട്, അവര് എഡിറ്റേഴ്സ് ആവുന്നുണ്ട്. ആ KGF എഡിറ്റ് ചെയ്ത പയ്യൻ ഇതുപോലെ ഫാൻ മെയ്ഡ് മറ്റേ ട്രയലേഴ്സ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അത് കണ്ടിഷ്ടപ്പെട്ട് പുള്ളിയെ വിളിച്ച് ഫിലിമിൽ എഡിറ്റ് ചെയ്തത്. അങ്ങനെ ഈ ഓപ്പർച്യൂണിറ്റീസ് വരാൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഇതുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾക്ക് എങ്ങനെ നമ്മുടെ ആ ഒരു കഴിവ് ഇത് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. വൺസ് നമുക്ക് അങ്ങനെ ടാലന്റ് ഒന്നും അറിഞ്ഞാൽ ഈ പറയണത് പോലെ എല്ലാവർക്കും ഫ്രഷ് ബ്ലഡ്സ് അറിയാൻ ഭയങ്കര ഇഷ്ടമാണ്. പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ മതി. അതെ അതെ അതെ, കുറെ ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അടിച്ചു കയറി വാ. പക്ഷെ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പേ ഇക്കയുടെ ഒരു മൂവിയിലെ ഒരു പാട്ട് വാസുവിന്റെ ഭയങ്കര ഫേവറേറ്റ് ആണ്. എനിക്ക് ഇക്കയുടെ മുമ്പിൽ പാടണത് പാടി തരണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. എനിക്ക് പാട്ട് ഇത്രയും കോൺഫിഡൻസ് കോൺഫിഡൻസ് അത്ര കോൺഫിഡൻസ് ആണ്. എപ്പോ നമ്മള് എന്റെ ഭയങ്കര ഫേവറേറ്റ് പാട്ടാണ്. അതായത് എനിക്ക് ഇക്കടെ ചെയ്ത പടത്തില് എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ മറ്റേ ഓർത്തൊക്കെ ഇരുന്ന് വിഷമിച്ചിട്ടുള്ള ഒരു ഇതാണ് മറ്റേ സൺഡേ ഹോളിഡേ. ഏത് മൂഡ്. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് ഞാൻ ആ ടൈമിലൊക്കെ ഇങ്ങനെ ഇരുന്ന് ഞാൻ ഈ പറയണത് പോലെ പാട്ടൊക്കെ പാടിയിടണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്തൊക്കെയാണ് എനിക്ക് അതങ്ങനെ ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഒക്കെ പറഞ്ഞ പോലെ ഞങ്ങളൊരു വണ്ടി എടുത്ത് ഡ്രൈവൊക്കെ പോയി ബാംഗ്ലൂർ ചെന്നിട്ട് തിരിച്ച് അവിടെ 2 ദിവസമൊക്കെ നിന്നിട്ട് നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് ഞാനാ ഡ്രൈവ് ചെയ്യണം. അപ്പോൾ കസിനാണെങ്കിൽ ഇരുന്ന് ചുമ്മാ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഈ പാട്ട് കേട്ടോണ്ടിരിക്കുക കേട്ടോ. ഈ പാട്ട് ഇങ്ങനെ കേട്ടോണ്ട് റിപ്പീറ്റഡായിട്ട് കേൾക്കുമ്പോൾ ഇവനെ അടുത്ത് ചോദിച്ചാൽ നിനക്ക് എന്ത് ഭ്രാന്തും വല്ലതും ഉണ്ടോ ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കണം. ഞാൻ പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ പാടാൻ ഇഷ്ടമാണ്. അന്നേരം ഞാൻ പറഞ്ഞാൽ നീ എന്നാൽ പാട്, ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചുമ്മാ ഒരു വീഡിയോ എടുത്തിട്ട് അതെനിക്ക് ആക്ച്വലി എൻ്റെ നല്ല വൈറലായിരുന്നു ആ പാട്ട്. അപ്പോൾ ബ്രേക്കപ്പ് കഴിഞ്ഞിട്ടായിരുന്നു. അതെ, അത് ഉറപ്പായിട്ടായിരിക്കില്ല ആ പാട്ട് കേൾക്കണമെങ്കിൽ. അത് വാസണ്ണ എപ്പോ മൈക്ക് കിട്ടിയാലും അപ്പൊ ഈ പാട്ടായിരിക്കും ഫസ്റ്റ് ഇതായിരിക്കും പാട്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുള്ളത് വാസണ്ണ ഈ പാട്ട് തന്നെ. പിടിച്ചോ. അപ്പൊ ഇക്കയ്ക്ക് വേണ്ടി ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഒരു നോക്കു കാണുവാൻ കാത്തിരുന്നവൾ മിഴിയകന്നു പോയോ, ഒരു കാറ്റുപോലെ എൻ കൂടെ വന്നവൾ വഴിമറന്നു പോയോ, ഒരു കഥയായി അവളകലും അവളുടെ തേൻ ചിന്തുകൾ നോവുകളായി പടരും, അലയുമൊരു കാറ്റിൻ ഇതളുകളായി വിട പറയാൻ ഇന്നെൻ്റെ ഈ വഴിയിൽ വഴിമറയുമേതോ നിഴലിൻ വിരലുകളാൽ അരികിലൊരോമൽ തിരിയണയും നിമിഷമിതോ. ഇദ്ദേഹത്തിനെ കേവലം ഒരു സ്ട്രീമർ എന്ന് പറഞ്ഞ് ഗെയിമർ എന്ന് പറഞ്ഞ് മാത്രം ഒതുക്കരുത്. ഇദ്ദേഹം നല്ലൊരു പാട്ടുകാരൻ കൂടിയാണ്. ഷോസ് ഒക്കെ ചെയ്യാറുണ്ട്. എനിക്കൊരു ബാൻഡൊക്കെ ഉണ്ട്. ഇലയോ എന്ന് പറഞ്ഞൊരു ബാൻഡൊക്കെ ഉണ്ട്. നമ്മളിപ്പോ ബാൻഡിൽ പരിപാടീസ് ഒക്കെ ചെയ്യാറുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ എന്ത് ഫീലിലടാ നീ അത് പാടിയത്? നല്ല രസമുണ്ടായിരുന്നു. ബ്യൂട്ടിഫുൾ, അടിപൊളി. താങ്ക് യു സോ മച്ച്. ഞങ്ങളിപ്പോൾ ആക്ച്വലി ഇങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇപ്പം എൻ്റെ ഒരു ഓൺ കോമ്പോസ് സോങ്സ് ഞങ്ങളിപ്പം റിലീസൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പയ്യപ്പോഴും സിനിമയിലൊക്കെ വരും കേട്ടോ. ഇത് എടാ എനിക്ക് ഏറ്റവും സന്തോഷം എന്താണെന്നറിയോ, ഈ മെഡിസിൻ എഞ്ചിനീയറിംഗ് എന്നുള്ള ടോർച്ചറിൽ നിന്ന് ഒരു ജനറേഷൻ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കണു എന്നുള്ളതല്ലേ. നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കാം, നമ്മുടെ കരിയർ നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഇത്രയും വലിയൊരു ഫ്യൂച്ചർ നമ്മുടെ ഫ്രണ്ടിലുണ്ട് എന്നൊക്കെ ഈ ജനറേഷന് തോന്നണം. അത് അടിപൊളിയാണ് നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഭയങ്കര കാര്യം. മറ്റേത് പഠിച്ചു കഴിഞ്ഞിട്ട് എന്തും ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്ക് ആ സമയമാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എന്നെ കോളേജസിലൊക്കെ ഗസ്റ്റ് ആയിട്ട് വിളിക്കാം കേട്ടോ. ഈ മറ്റേ ആർട്സ് ഇനാഗുറേഷനും അതിനൊക്കെ. ഇപ്പോൾ ഇക്ക പറഞ്ഞ കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ചെല്ലുമ്പോൾ പോലെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നേരത്തെ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഇതിനൊക്കെ മുമ്പത്തേക്ക് ഇതിന് പ്രോഗ്രാംസിനൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെ പിള്ളേരെ മറ്റേ ഗെയിമിൻ്റെ കാര്യമൊന്നും പറഞ്ഞ് ഇൻഫ്ലുവൻസ് ചെയ്യരുത്, അത് പ്രശ്നമാണെന്നൊക്കെ പറയും. പക്ഷേ ഇപ്പം ഞാൻ വളരെ റീസെൻ്റ്ലി പോകുന്ന കോളേജസിലെല്ലാം ഉണ്ടല്ലേക്ക എല്ലാവരും പറയണ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മോനെ നിൻ്റെ ഫീൽഡിലുള്ള ഓപ്പർച്യൂണിറ്റീസ് പറഞ്ഞു കൊടുക്കണം.
അത് ചെയ്തു കൊടുക്കണം. അതിലേക്ക് വന്നു ഇപ്പോൾ ടീച്ചേഴ്സ് ആയിക്കോട്ടെ, പേരൻസ് ആയിക്കോട്ടെ, ഒരു സെക്ഷൻ ഓഫ് ആൾക്കാർ അതിലേക്ക് വന്നു. അതായത് നമുക്ക് കരിയറിൽ എന്ത് ചെയ്ത് രക്ഷപ്പെടാൻ പറ്റുമോ അതിന് ഈ അപ്പാർട്ട് ഫ്രം ടീച്ചർ അല്ലെങ്കിൽ ഡോക്ടർ എന്നുള്ളൊരു കോമൺ ഫീൽഡും അല്ലാതെ നമുക്ക് എക്സ്ട്രാ എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഗെയിം ഡിസൈൻ ഡെവലപ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞ കോഴ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ കോഴ്സസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ പഠിക്കാൻ ഇപ്പോൾ പിള്ളേരെ വീട്ടിൽ നിന്ന് ആൾക്കാർ സമ്മതിക്കുന്നുണ്ട്. ആ ഒരു ഇതിലോട്ട് ടൈമിലോട്ട് എത്തി നമ്മൾ. അല്ല, കുട്ടികൾ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്നതും ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെയാണെങ്കിലും അത് പറയുന്ന പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി എടുക്കുമ്പോൾ അത് ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവരെല്ലാം സംസാരിക്കുന്നത്. അടിപൊളി. അത് ഈ ഡോക്ടർ എഞ്ചിനീയർ കഴിഞ്ഞ് നീ എന്ത് വേണമെങ്കിലും ചെയ്തു, അത് ഇത് രണ്ടും കിട്ടിലേക്ക് അവൻ പോയി തീർന്ന് എന്ന് പറഞ്ഞിരിക്കണ പോലെ ആയിരുന്നു. അപ്പൊ എനിവേ ഇക്ക അൺചാർട്ടഡ് എന്നാണ് അതിന്റെ ഗെയിമിന്റെ അൺചാർട്ടഡ് ആണല്ലേ ഗെയിം? രാവിലെ തുടങ്ങും വെടിവെപ്പും വെട്ടും കുത്തും. അതൊരു കുറെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഗെയിമാണ്. കിടിലമാണ്, അടിപൊളി ഗെയിമാണ്. ഒരു വട്ടം കളിച്ചു നോക്കി. അപ്പൊ ഇനി അടുത്ത പോഡ്കാസ്റ്റിൽ വരുമ്പോൾ ഞാൻ ഒരു ഗെയിമറായിട്ട് തന്നെ വരാം. അതെ, താങ്ക് യു സോ മച്ച് ഗൈസ്. അടിപൊളിയായിരുന്നു സംസാരിച്ച്. ഞങ്ങൾക്കും പറയാനുള്ളത് വെച്ചാൽ ഞങ്ങൾ വന്നപ്പോഴേ നല്ല പാനിക് ആയിരുന്നു. ഞങ്ങളുടെ ആദ്യത്തെ ഒരു സെലിബ്രേറ്റ് ഒക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ ഇവനോട് ഇങ്ങനെ പറയുമായിരുന്നു, ആദ്യം ആസിഫൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഒക്കെ നിക്കുന്നതെന്ന് നോക്കാം, അതിനനുസരിച്ച് മതി നമ്മൾ സംസാരിക്കണത്. ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ ക്യാമറയിലൊക്കെ അത് കാണുന്ന പോലെ ആയിരിക്കത്തില്ല ആൾക്കാർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വലിയ പ്ലാനിലൊക്കെ വന്നേ. നമുക്ക് ആദ്യം അതിൻ്റെതായിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അത് ഞങ്ങൾ സംസാരിച്ച് വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു ഒരു ഹണി ബി സെറ്റപ്പ് ഇതാക്കിയത്. ശരിക്കും എന്നോട് ബാലു ഉണ്ടായിരുന്നു. ബാലുവിന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഞാൻ വന്നത്. ആണല്ലേ? നമുക്ക് ഒരു ദിവസം ഗ്യാങ് ആയിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു പരിപാടി പ്ലാൻ ചെയ്യാം. കുറച്ചും കൂടെ കണ്ടന്റ് ഉണ്ട്. നമുക്ക് എറണാകുളത്ത് തന്നെ സെറ്റ് ചെയ്യാം. ഇക്ക ഒരു ദിവസം വരണം, എല്ലാരും വിളിച്ചിട്ട്. അപ്പൊ എനിവേ ഇക്ക, അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. നമ്മുടെ സർക്കിട്ട് അടിപൊളിയായിട്ട് പോട്ടെ. അപ്പൊ പടമൊക്കെ ഞങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി കാണും. എല്ലാ അപ്പൊ ഫാമിലി ആയിട്ടും എല്ലാവർക്കും പോയി കാണാൻ പറ്റുന്ന. ഞാനിത് ശരിക്കും ഒരു സിനിമയുടെ ഇന്ററാക്ഷൻ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇത്. പക്ഷെ എന്നാലും കുറച്ച് സെൽഫിഷ് ആയേ പറ്റുള്ളൂ. നമ്മുടെ മെയിൻ ജോലിയായി പോയില്ലേ. ഇനി പബ്ലിസിറ്റി ഇസ് ഗുഡ് പബ്ലിസിറ്റി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ ഇത് കാണുന്ന ആർക്കെങ്കിലും ഇത് സിനിമ കാണാൻ തോന്നുവാണെങ്കിൽ പോയി കാണണം പ്ലീസ്. അപ്പൊ ഗൈസ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്തായാലും പുതിയ അധ്യായം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ വേറൊരു അധ്യായമായിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. കൂടുതൽ കൊടയുമായി വരുന്നതായിരിക്കും. നമുക്ക് ആസിഫിക്കെ കൊണ്ട് ഔട്ട്രോ പറയും. അപ്പൊ എല്ലായിടത്തും ഒക്കെ സബ് ചെയ്യാനും, പുതിയ ചാനലായോണ്ടേ ഇവരെല്ലാം ഒരു സബ് ചെയ്തിട്ടില്ല, ഒക്കെ സബ് ചെയ്യാനും ഇത് ലൈക്ക് അടിക്കാനും പറയണം. അപ്പോൾ ഇത് ഓക്കെ, ഈ പോഡ്കാസ്റ്റ് ഇഷ്ടപ്പെട്ട എല്ലാവരും ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അല്ല, വേറെ എന്തൊരു ഫോർമാറ്റ്. ഈ പോഡ്കാസ്റ്റ് ഇഷ്ടപ്പെട്ട എല്ലാവരും ഞങ്ങളുടെ പേജ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് വേണം ഒരു ഗോൾഡ് പ്ലാറ്റിനം. ഇപ്പൊ എല്ലാവർക്കും കുറെ പേർക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. ഞാനൊരു ഒഫീഷ്യൽ ചാനൽ തുടങ്ങണമെന്നൊക്കെ ഓർത്ത, പിന്നെ ഇത് എനിക്ക് ഫോൺ തന്നെ ഉപയോഗിക്കണല്ലോ. അപ്പൊ cheers. Thank you. Thank you. Okay.